ജീവനുള്ള ദൈവത്തിന്റെ സഭയായ ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന്, സഭയിൽ നടക്കേണ്ടത് എങ്ങനെയാ, അതാ ഈ തിമോഥെയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും തരുന്ന ഉപദേശ വിഷയം. ആട്ടെ, എല്ലാ ഭാഗത്തേക്കും ഇന്ന് പോകുന്നില്ല. നമ്മൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവെഴുത്താ വായിച്ചത്. ഇത് പൗലോസിനാൽ എഴുതപ്പെട്ട ഈടുറ്റ ഒരു ലേഖനമാണ്. നമുക്കറിയാം 21 ലേഖനങ്ങളിൽ സിംഹഭാഗ ലേഖനങ്ങളും പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ഏതാണ്ട് 14 ലേഖനങ്ങൾ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്, എബ്രായ ലേഖനം കൂടെ ചേർത്ത്. ഈ 21 ലേഖനങ്ങളിൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്കറിയാം വേദപഠിതാക്കൾ പറയുന്നത് 21 ലേഖനങ്ങളിൽ ലേഖനങ്ങളുടെ റാണിയാണ് എഫേസ്യ ലേഖനം. ലേഖനങ്ങളുടെ രാജാവാണ് കൊലോസ്യ ലേഖനം. ഈ എഫേസ്യ ലേഖനം ലേഖനങ്ങളുടെ റാണിയാകാൻ അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം സഭ എന്നുള്ളതാണ്. സഭ, അതാണിത് ലേഖനങ്ങളുടെ റാണി എന്ന് വിശേഷമായിട്ട് കൊടുത്തിരിക്കുന്നത്. കൊലോസ്യ ലേഖനം ലേഖനങ്ങളുടെ രാജാവാണ്. കാരണം കൊലോസ്യ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവാണ്. എല്ലാവരിലും ശ്രേഷ്ഠനായ, ഉന്നതനായ, മഹിമയുള്ള യേശു ക്രിസ്തു. ചില ആൾക്കാർ ധരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു മാത്രം പോരാ, വേറെയും ചില ആൾക്കാരൊക്കെ വേണം. യേശു ക്രിസ്തുവിനെ കൊണ്ട് എല്ലാ വിഷയവും പരിഹരിക്കാൻ ഒക്കത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ അമ്മ വേണം, ഉപ്പാപ്പൻ വേണം, കൊച്ചപ്പൻ വേണം, അന്ത്രയോസ് വേണം, ഗീവർഗീച്ചൻ വേണം. യേശുവിനെ കൊണ്ട് തന്നെ എന്നാ നിങ്ങൾ ദിക്കം പൊക്കും നോക്കുന്നത്? അപ്പൊ യേശു ക്രിസ്തുവിനെ കൊണ്ട് മാത്രം പറ്റത്തില്ലെന്നാ ചിലരുടെ ചിന്ത. എന്നാൽ പൗലോസ് ആ കാര്യം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു. ആ വാക്യം വായിച്ചേ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 ആദ്യം വായിക്കണം. അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും. യേശു ക്രിസ്തു ആരാണെന്ന് അവിടെ വെളിപ്പെടുത്തിയിരിക്കുക. 14 മുതൽ വായിച്ചു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും. അവിടുന്ന് അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സകലതും അവിടുന്ന് മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം, അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ. മതി. അവിടുന്ന് സർവത്തിനും മുമ്പേ ഉള്ളവന് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മതി. നമ്മുടെ ആയുസ്സിൽ മറ്റൊന്നും ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം, ലഭിക്കേണ്ട ഏറ്റവും വലിയ ഭാഗ്യം യേശു ക്രിസ്തുവിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അവിടുന്ന് എല്ലാത്തിനും ആധാരമാണ്. യേശു ക്രിസ്തു സകലത്തിനും. 17-ാം വാക്യം ഒന്നുകൂടെ വായിരും. 17. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. മതി. അപ്പൊ യേശു ക്രിസ്തുവാണ് സകലത്തിനും മുമ്പൻ, അവിടുന്നാണ് സകലത്തിനും ആധാരം, അവിടുന്ന് മാത്രമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നവൻ. യേശു ക്രിസ്തു മാത്രം മതി, വേറെ ആരും വേണ്ട. ദൈവത്തിന് മഹത്വം. അപ്പോൾ കൊലോസ്യ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം എല്ലാറ്റിനും മുമ്പനായ, ശ്രേഷ്ഠനാകുന്ന, ഉന്നതനാകുന്ന യേശു ക്രിസ്തു. അതവിടെ തെളിയിക്കുന്നത്. കൊലോസ്യ സഭയിലൊക്കെ തത്വജ്ഞാനികളും വലിയ വിദ്യാഭ്യാസം ഉള്ളവരും നിപുണന്മാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞ്, വെറും തത്വജ്ഞാനവും വഞ്ചന കൊണ്ട് ആരും നിങ്ങളെ ചതിക്കുകയോ ഒന്നും ചെയ്യരുത്, ആരും നിങ്ങളെ കവർന്ന് കളയുകയും ചെയ്യരുത്. നമുക്ക് ആവശ്യം, നമുക്ക് യേശു ക്രിസ്തു മതി. ഇന്ന് രാത്രി അത് തന്നെ ഇവിടെ വീണ്ടും പറയുന്നത്. അതെ, അപ്പോൾ കൊലോസ്യ ലേഖനം ലേഖനങ്ങളുടെ റാണിയും, എഫേസ്യ ലേഖനം കൊലോസ്യ ലേഖനം ലേഖനങ്ങളുടെ രാജാവും, എഫേസ്യ ലേഖനം ലേഖനങ്ങളുടെ റാണിയാണ്.
ആ ലേഖനങ്ങളുടെ റാണിയാകുന്ന എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് രാത്രി കുറുവാക്യം വായിച്ചത്. എഫേസ്യ ലേഖനത്തിന് ധാരാളം വിശേഷതയുണ്ട്. ഒരു വേദപണ്ഡിതാവ് പറഞ്ഞിരിക്കുന്നത് എഫേസ്യ ലേഖനത്തിൻ്റെ ഒരു വിശേഷത ഇത് ഏടുകളുടെ ഒരു പുസ്തകമാണ്. 6 അധ്യായമുണ്ട് എഫേസ്യ ലേഖനത്തിൽ. 6 അധ്യായത്തിലും ഏടുകളുടെ ഒരു പട്ടിക കാണാം. അവിടെ 1-ാം അധ്യായം പഠിച്ചാൽ ദൈവത്തിന് മഹത്വം, അവിടെ 1-2 കാര്യങ്ങളെ ദർശിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 5 മുതലുള്ള തിരുവെടുത്തൊന്ന് വായിച്ചേ. നാം തനസരിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവൻ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം വായിച്ച് അധികം സമയം കളയുന്നില്ല. വിഷയം അതല്ലാത്തത് കൊണ്ട് അധികം വിവരിക്കുന്നില്ല. നിങ്ങൾ വചനപരിജ്ഞാനമുള്ളവരായി എന്നെ കേൾക്കുന്നവർ. അപ്പോൾ 1-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്ക് ദൈവം തമ്പുരാൻ ചെയ്ത 7 കാര്യങ്ങൾ, ഏടുകളുടെ പുസ്തകമാണ്. 1-ാം അധ്യായത്തിൽ ദൈവം സഭയ്ക്ക് ചെയ്ത 7 കാര്യങ്ങളാണ്. ആ 5-ാം വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ അവിടെ രേഖപ്പെടുത്തി. മുൻനിയമനവും അച്ചാരവും തെരഞ്ഞെടുപ്പും ദത്തെടുപ്പും അങ്ങനെ 7 കൂട്ടം കാര്യം ദൈവം സഭയ്ക്ക് ചെയ്തതാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ 2-ാം അധ്യായത്തിൻ്റെ 11-12 തിരുവെടുത്തുകൾ വായിക്കുമ്പോൾ ജാതികളുടെ അധപ്പതിച്ച 7 അവസ്ഥ, ജാതികളുടെ അധപ്പതിച്ച 7 അവസ്ഥ. 2-11 മുതൽ. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതികളാൽ ജാതികളായിരുന്നു. ജഡത്തിന്റെ കയ്യിലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അടുത്തത്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന് നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. അപ്പൊ ശ്രദ്ധിക്കുക, ജാതികളുടെ 7 അധപ്പതിച്ച അവസ്ഥ. 1-ാം അധ്യായത്തിലെ 7 കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം സഭയ്ക്ക് വേണ്ടി ചെയ്തത് 7 കൂട്ടം കാര്യം. 2-ാം അധ്യായത്തിൽ ജാതികളുടെ അധപ്പതിച്ച 7 അവസ്ഥ. ആരായി ജാതികള്? നമ്മള് ധരിച്ചു വച്ചിരിക്കുന്നത് ഈ നമ്മളൊരു ചിലർ ജാതികളാണ്. ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത്, ഞാൻ വേദപുസ്തകത്തിൽ നിന്നാ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് അത് താല്പര്യവും ഇല്ലെന്ന് തോന്നുന്നു. ഇയാളെന്തിനാ വേദപുസ്തകത്തിൽ നിന്നതെല്ലാം പറയുന്നത്? അപ്പൊ ശ്രദ്ധിക്കുക, യഹൂദനും ദൈവസഭയും ഒഴിച്ച് ബാക്കി മുഴുവൻ ജാതികളാണ്. ഇവിടെ യഹൂദന്മാരാരും ഇല്ലല്ലോ, ഉണ്ട് ഒന്ന് കൈ പൊക്ക് കണ്ടുവെച്ച് പോകാൻ ഒത്തിരി നാളായി, ഒന്ന് കാണണമെന്ന് ഓർത്തിട്ട് ഇല്ല. ഇവിടെ യഹൂദന്മാരില്ല. പിന്നെ ഒരു ഗ്രൂപ്പ് ദൈവസഭയാണ്. ഏതാ ദൈവസഭ? ഓരോ സഭക്കാരും പറയുന്നത് ഞങ്ങളുടേതാ ശരിയായ സഭയെന്നാണ്. കത്തോലിക്കര് പറയുന്നത് തിരുസഭ ഞങ്ങളാ ശരിയായ സഭ എന്നാ അവർ പറയുന്നത്. ഒരു കത്തോലിക്കരെന്ന് പോലും പറയത്തില്ല തിരുസഭ. പോപ്പിൻ്റെ കീഴിൽ ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന സഭയാ തിരുസഭ. കത്തോലിക്കര് നമ്മുടെ സഭയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ അവർ മൈൻഡ് ചെയ്യത്തില്ല, അത് വേറൊരു വിഷയം. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളാണ് തിരുസഭ. റോമില് വത്തിക്കാനിൽ പോപ്പിൻ്റെ കീഴെ ലോകം മുഴുവൻ പടർന്ന്, വിശേഷിച്ച് ഈ കേരളത്തിലും വളരെ ബലവത്താവര്. അവരുടെ മേലധ്യക്ഷന്മാരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് ഗവൺമെൻറ്റുമൊക്കെ അത് നടപ്പിലാക്കി കൊടുക്കുക. നമ്മുടെ മേലധ്യക്ഷന്മാർ ഒന്നും അങ്ങനെ പറയാറുമില്ല, പറഞ്ഞാവോട്ട് ഏൽക്കുകയില്ല. പിടിപ്പുണ്ടവർക്ക്.
വിശേഷിച്ച് ചങ്ങനാശ്ശേരി രൂപതയൊക്കെ, ആ രൂപത വളരെ സ്ട്രോങ്ങാണ്, നിങ്ങൾക്കറിയാമല്ലോ. ആദ്യത്തെ അവരുടെ പ്രധാനപ്പെട്ട ആള് ഡോക്ടർ ലെവീഞ്ച്, ചങ്ങനാശ്ശേരിയിൽ, അന്ന് 18 പള്ളിയുടെ തലസ്ഥാനമാണ് ഡോക്ടർ ലെവീഞ്ച്. പിന്നെ കാളാശ്ശേരി പിതാവ്, കുരിയാളശ്ശേരി പിതാവ്, പിന്നെ മാർ ആൻ്റണി പടിയറ, കാവുകാട്ട് പിതാവ്, പൗവത്തി പിതാവ്. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. വളരെ സ്ട്രോങ്ങാണ്. കേരളത്തിൽ തന്നെ ലോകം മുഴുവൻ അവർ വളരെ സ്ട്രോങ്ങാണ്. അപ്പം അവർ പറയുന്നത് ആദ്യ ശരിയായ സഭ ഞങ്ങളാന്നാ, കത്തോലിക്കരാന്നാ, തിരുസഭ. അപ്പം അവരെ കടന്നു വെട്ടിക്കൊണ്ട യാക്കോബായ ഓർത്തഡോക്സുകാർ പറയുന്നത് അത് പാരമ്പര്യമില്ല, ഞങ്ങൾക്ക് ആ പാരമ്പര്യം. ഓർത്തഡോക്സ് യാക്കോബ, അന്ത്യോക്യ സിംഹാസനം. വേറെ പുസ്തകം പഠിച്ച അപ്പോസ്തലന്മാർക്ക് കൊരണ്ടി പോലും ഇല്ലായിരുന്നു, പിന്നെ ആ സിംഹാസനം. അപ്പം അവർ പറയുന്നത് ഞങ്ങളാണ് ശരിയായ സഭ, ഓർത്തഡോക്സ് ദേവലോകവാസ്ഥാനമാക്കി. അന്ത്യോക്യയിലെ യാക്കോബക്കാർ, 2 കക്ഷികൾ, അബാബ കക്ഷി, മെത്രാൻ കക്ഷി. തർക്കവും വാദവും ഒക്കെ നമ്മൾ പേപ്പറിൽ കാണുകയും അതിൻ്റെ സമരമുറകളുമൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അടക്കാൻ പോലും അനുവദിക്കുകയല്ല ചിലയിടത്ത്. ഒരിക്കൽ നമ്മൾ കണ്ടത് ആ ഡെഡ് ബോഡി റോഡിൽ വെച്ചുകൊണ്ട് തർക്കമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതവിടെ നിൽക്കട്ടെ, അത് കോടതിയൊക്കെ വിധിക്കട്ടെ, നമ്മൾ കയറി വിധിക്കണ്ട. അപ്പം അവർ പറയുന്നത് ശരിയായ സഭ ഞങ്ങളുടെ സഭ, ഓർത്തഡോക്സ് യാക്കോബായ സഭകളെന്നാണ്. നമ്മൾ ആ ശരിയായ സഭയെന്ന് പറഞ്ഞാൽ അവർ മൈൻഡ് ചെയ്യത്തില്ല. ഞങ്ങൾ ഒരിക്കലൊരു സ്ഥലത്ത് ചെന്നൊരു അടക്കത്തിന് ചെന്നതാ. അടക്കത്തിന് ചെന്നത് മാത്രമാണോ? എൻ്റെ ദൈവമേ, അത് ഒരു വിവരദോഷിയായിരുന്നു അന്ന് അവിടെ. എന്നാൽ നല്ല മനുഷ്യരുണ്ട്, നല്ല ആൾക്കാർ. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇപ്പം ഈ ഓഡിറ്റോറിയം ഈ സുവിശേഷ യോഗത്തിനും സ്തോത്ര പ്രാർത്ഥനയ്ക്ക് തന്നില്ലേ, അതിൻ്റെ ചുമതലപ്പെട്ടവർ അഭിനന്ദിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. നല്ല മനുഷ്യരുണ്ട്, അതെല്ലാ വിഭാഗത്തിലും ഉണ്ട്. എന്നാൽ അന്ന് വന്നത് ഒരു വർക്കത്ത് കെട്ടവനായിരുന്നു. എവിടാ എന്താന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, എന്താ പറഞ്ഞെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് നല്ല മനുഷ്യരും മുമ്പേ പറഞ്ഞ ആൾക്കാരും. അപ്പം അവർ പറയുന്നത് ശരിയായ സഭ ഞങ്ങളുടെ സഭയാണെന്ന്. അപ്പം ഇവരെ കടത്തി വെട്ടിക്കൊണ്ട കേരളത്തിൽ വളരെ സ്ട്രോങ്ങാ മാർത്തോമക്കാർ. AD 52 തോമാസ് ലീഗ കൊടുങ്ങല്ലൂർ വന്നെന്നോ 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കി എന്ന ഈ കള്ളക്കഥയെല്ലാം ഒപ്പിച്ച് വെച്ചേക്കുന്നത്. പിന്നെ തോമാച്ചൻ അവിടുന്ന് ഇവിടെ അടുത്ത് നിരണത്ത് വന്നെന്നോ, തടി കുരിശൊഴുകി വന്നെന്നോ, അതിന് ഒരു പ്രത്യേക പേരുമൊക്കെ ഇട്ട് തോമത്ത് കടവ്. എന്തെല്ലാം സൂത്രബുദ്ധികളാണ്. തോമത്ത് കടവ്. തോമാച്ചൻ വന്ന് വെള്ളം ഇങ്ങനെ. ആട്ടെ, നമ്മുടെ വിഷയം ഇപ്പം അതല്ലല്ലോ. അപ്പം അവര് മാർത്തോമക്കാർ പറയുന്നത് ശരിയായ പാരമ്പര്യം അതിന് കൊടുത്തിട്ടുണ്ട്. സിറിയൻ മാർത്തോമ എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ എങ്ങും അല്ല. ഞങ്ങളാണ് ശരിയായ സഭയെന്നാണ് മാർത്തോമക്കാരുടെ വാദം. അപ്പം ഇവരെ കടത്തി വെട്ടിക്കൊണ്ടാണ് CMS, CSI, ആംഗ്ലിക്കൻ സഭകൾ ഒരു കാലത്ത് നന്നായി ഇവിടെ സുവിശേഷം അറിയിച്ചവരാ. അധസ്ഥിതർ അധകൃതരാകുന്നവർക്ക് വേണ്ടി വളരെ ബന്ധപ്പെട്ടവരാ. അവർ പറയുന്നത് ഞങ്ങളാണ് ശരിയായ സഭ. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ മിക്ക പട്ടണങ്ങളെല്ലാം അവർക്ക് സ്വാധീനമുണ്ട്. അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളും പള്ളിയും അതിനോട് ചുറ്റുപാട് നല്ല ഭൗതികമായിട്ടൊക്കെ നല്ല സെറ്റപ്പാണ്. പിള്ളേരുടെ ഭാഷ പറഞ്ഞു. നിങ്ങൾ കേരളത്തിലെ പ്രധാന പട്ടണങ്ങളെല്ലാം എടുത്തേ, ബാംഗ്ലൂർ ചെന്ന്, ചെന്നൈ ചെന്ന്, എല്ലായിടത്തും, കൽക്കട്ട, എല്ലാവർക്കും നല്ല സ്ട്രോങ്ങാണ്. അപ്പം അത് എത്രമാത്രം അവർ നന്നായിട്ട് വിനിയോഗിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അവർ പറയുന്നത് ശരിയായ സഭ CSI, CMS സഭകളാണ്. അപ്പോൾ അവരെ കടത്തി വെട്ടിക്കൊണ്ടാണ് സാൽവേഷൻ ആർമിക്കാർ വന്ന് പറയുന്നത് ഞങ്ങളാണ് ശരിയായ സഭ, രക്ഷാസൈന്യം. മുമ്പേ ഓർപ്പിച്ചല്ലോ, ആ പാട്ട് വളരെ മനോഹരമായ പാട്ട്, നല്ല പാട്ടാണ്. വില്യം ബൂത്ത്, എനിക്ക് തോന്നുന്നു കടൽ തീരത്തെങ്ങാണ്ട് പോയി നിന്ന് അങ്ങനെ എങ്ങാണ്ടാന്നോ അതിൻ്റെ ചരിത്രം. യോടി എന്നാ എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്നോട് അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞ് അതല്ല അതിൻ്റെ ശരിയായ ചരിത്രം, വേറെയാണ്. അങ്ങനല്ലയോ?
എന്തായാലും പാട്ട് നല്ലതാണ്. ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ആ പാട്ട് പാടി തീ കത്തുന്ന ആരാധന. സ്തോത്രം. അത്രയ്ക്ക് നല്ല പാട്ടാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ സാൽവേഷൻ ആർമി സഭക്കാര് പറഞ്ഞ ശരിയായ സഭ ഞങ്ങളുടെ സഭയാണ്. എല്ലാവരും അങ്ങനെ പറയുന്നത്. ഇവരെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ടാണ് ബ്രദറൻ പ്രസ്ഥാനം. നാഗൽ സാഹിബും നോയൽ സാഹിബും ഒക്കെ ഇവിടെ വന്നല്ലോ. പിന്നെ വിയോജിത പ്രസ്ഥാനത്തിന് നാന്ദി കുറിച്ച് സൈമൺ സാറുമൊക്കെ ചേർന്ന് യോജിച്ച് അവർ പറയുന്നത് ശരിയായ സഭ ബ്രദറൻ സഭയാണെന്ന്. ഒരു വാക്യം എടുത്താൽ അത് ചെറിയ വാക്യമാണെന്നേലും വലുതാണെന്നേലും അത് 10ആയിട്ട് കീറി അതിനെ ഒന്നുകൂടെ 4ആയിട്ട് കീറി അതിനെ 2ആയിട്ട് കീറാവുന്നതിൻ്റെ പരമാവധി കീറി പോയിന്റ് ഉപപോയിന്റും എല്ലാം വെച്ച് നല്ല അടുക്കടുക്കായിട്ട് പറയാൻ മിടുക്കന്മാരവിടെ ഉണ്ട് ദൈവവചനത്തിൽ നിന്ന്. മൺമറഞ്ഞ YSKL സാറ്, സൈമൺ സാറ്, അടുത്ത കാലത്ത് കടന്നു പോയത് പുതുപ്പള്ളിയിലെ MM സക്കറിയ, KG തോമാച്ചനെ, KG കുര്യച്ചായനെ, ഇപ്പോഴും പ്രഗത്ഭരായ ധാരാളം OM ശാമുവേൽ അവർ ക്ഷീണിതനായെങ്കിലും വളരെ പണ്ഡിത ശിരോമണിയ OM ശാമുവേൽ, പിന്നെ ഇപ്പോഴുള്ള ധാരാളം പ്രസംഗകര്, ചാണ്ടപ്പിള്ള അടക്കമുള്ള ശ്രേഷ്ഠരായ കർത്തൃദാസന്മാർ. അപ്പോൾ അവര് പറയുന്നത് സഹോദര സഭ, ശരിയായ സഭ ബ്രദറൻ സഭയാണെന്ന് വാക്യങ്ങളൊക്കെ എടുത്ത് തെളിയിച്ചാ പോകുന്നത്. അപ്പൊ ഇവരെ കടത്തി വെട്ടിക്കൊണ്ട പെന്തിക്കോസുകാർ പറയുന്നത് ഞങ്ങളാണ് ശരിയായ സഭ. ഇതൊന്നും ശരിയായ സഭ അല്ല. പെന്തിക്കോസ് മാളികമുറി തുടങ്ങിയ സഭ. അപ്പോസ്തലപ്രവൃത്തി 2 ഒക്കെ എടുത്ത് പിള്ളേരുടെ ഭാഷ പറഞ്ഞ നല്ല കീച്ചെന്ന്. അപ്പോൾ പെന്തിക്കോസുകാർ പറയുന്നത് ശരിയായ സഭ പെന്തിക്കോസാന്നാ പറയുന്നത്. അതിന്റെ വാക്യങ്ങളും അതിന്റെ അന്തരീക്ഷവും പാട്ടും ഒക്കെ ആയിട്ട് നല്ല കൊണ്ടുപിടിക്കുക. ഈ പെന്തിക്കോസിൽ തന്നെ പല വിഭാഗമുണ്ട്. അതിൽ വേറെ ഞങ്ങളുടെ ഒരു വിഭാഗമാണ് പഴയ CPM അല്ലെങ്കിൽ ഇപ്പോഴത്തെ TPM. ഇപ്പോൾ CPMകാർ കുറച്ചുണ്ട്, കൂടുതലും TPM. അവർ പറഞ്ഞത് ഇതൊന്നും സഭയല്ല. അവരുടെ ഹാളിൻ്റെ വാതിക്കൽ എഴുതി വെച്ചിട്ടുണ്ട്, വരിക കുഞ്ഞാട്ടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. നമ്മൾ ചെല്ലാനാ പറഞ്ഞത്, കാണിച്ചു തരാമെന്ന്. അപ്പം അവർ പറയുന്നത് ശരിയായ സഭ TPM ആണ്, മണവാട്ടി സഭ. വിറ്റവരും വിട്ടവരും ത്യാഗികളും മറഞ്ഞിരിക്കുന്നവരും. അപ്പം അതിനെ വാക്യങ്ങളും സഭയൊക്കെ എടുത്ത് തെളിയിച്ചായി പറയുന്നത് അപ്പോസ്തലിക ഉപദേശത്തിൽ നിൽക്കുന്ന സഭ. അപ്പം ഞാനിത് സൂചിപ്പിച്ചത് എല്ലാ സഭക്കാരും വാദിക്കുന്നതും തർക്കിക്കുന്നതും സ്ഥാപിക്കാൻ തുനിയുന്നതും ഞങ്ങളാണ് ശരിയായ സഭ, ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്നത് ആ ശരിയായ സഭ. അതല്ല അവിടെ നിൽക്കട്ടെ. വേദപുസ്തകം എന്താ പറയുന്നത്? അതല്ലേ നമ്മുടെ അടിസ്ഥാനം. വേദപുസ്തകം എന്താ, ഏതാ സഭ? ഒരു വാക്യം വായിച്ചു, അറിവുള്ളതാണെന്നല്ലോ. 2:47 പെട്ടെന്ന് വായിര്. അപ്പോസ്തലപ്രവൃത്തി 2:47 വാക്യം ഒന്ന് വായിച്ചു. എല്ലാവരും കേക്ക്, ഏതാ സഭയെന്ന്. ഞാനത് പറഞ്ഞൊരു അലോഗ്യം ഉണ്ടാക്കരുത്. ഒരുമനപ്പെട്ട ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന് കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട്. അപ്പൊ ഏതാണ് സഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ആമേൻ. അല്ലാത്തതൊന്നും സഭയല്ല. അല്ലാത്തടത്തെല്ലാം ബിൽഡിംഗ് ഉണ്ട്, വസ്ത്രം ഇതുപോലെ ഇഷ്ടം പോലെ തുണിയുണ്ട്, നല്ല ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, രാത്രി ലൈറ്റ് വിട്ട് കൊടുത്തിട്ടുണ്ട്, എതിലേ പോയാലും കാണാം. വലിയ സെമിത്തേരി ഉണ്ട്. സെമിത്തേരി വലുതായാവല്ലോ സഭയാകുമോ? കെട്ടിടം വലുതായിട്ട് പണിതാ സഭയാകുമോ? 10 മീറ്റർ തുണി എടുത്തേച്ച് പെടലി മുതൽ ബട്ടൺസ് വെച്ചുകൊണ്ട് സഭയാകുമോ? ആള് കണ്ടമാനം കൂടിയാ സഭയാകുമോ? ഒച്ചയും ബഹളവും വെച്ചാ സഭയാകുമോ? വിശുദ്ധ തിരുവെടുത്ത് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സകല ആൾക്കാരും രക്ഷിക്കപ്പെടണം. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി യേശു ക്രിസ്തു മാത്രം.
മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാ. സ്തോത്രം. ഞാൻ നിങ്ങൾ പാടിയ പാട്ടിൻ്റെ വരി ഒന്ന് തെറ്റുമെന്നറിയാം, ട്യൂണ് തെറ്റും. എന്നാലും സന്തോഷം കൊണ്ടൊന്ന് പാടുകയല്ല, ഞാനങ്ങ് പറയുക, നിങ്ങളാ പാടിയത്. രക്ഷയാം ദിവ്യ സ്നേഹ കടലേ രക്ഷയാം ദിവ്യ സ്നേഹ കടലേ ശ്രദ്ധിക്കുക. ഹേ രക്ഷയാം ദിവ്യ സ്നേഹക്കടല. ഇന്ന് രാത്രി ആ സ്നേഹക്കടലാകുന്ന യേശു ക്രിസ്തു ഒരു കൊടി മാത്രമാണ് രക്ഷ. മറ്റൊരുത്തനും രക്ഷയില്ല. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ പാരമ്പര്യം കൊണ്ടൊന്നും രക്ഷപ്പെടുകയില്ല. ഞാൻ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതാ. എൻ്റെ അപ്പച്ചൻ പാസ്റ്ററാ, വല്യപ്പച്ചൻ സെൻട്രൽ പാസ്റ്ററാ, എൻ്റെ അപ്പച്ചൻ അയ്യായ, പിന്നെ നമ്മുടെ സ്ഥാനങ്ങളുണ്ടല്ലോ, എന്തുവാ കേണലുമൊക്കെ, കേണല്, പിന്നെ എന്തുവാ കമ്മീഷണറ്, കേണല്, ജനറല്, മേജർ ആണെങ്കിലും ജനറൽ ആണെങ്കിലും കമ്മീഷണർ ആണെങ്കിലും കേണലാണെങ്കിലും നീ രക്ഷിക്കപ്പെടണം. നീ പാസ്റ്റർ ആണെങ്കിലും സെൻട്രൽ പാസ്റ്റർ ആണെങ്കിലും സഭയുടെ പ്രസിഡന്റ് ആണെങ്കിലും ഓവർസിയർ ഏത് കുന്തമാണെങ്കിലും രക്ഷിക്കപ്പെടണം. നിന്റെ വീട്ടിൽ പള്ളി ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടോ, പെന്തിക്കോസ് ഗോള് പണിത് കൊടുത്തത് കൊണ്ടോ, കുരിശും തൊട്ടി പണിതത് കൊണ്ടോ, അതിനകത്ത് നേർച്ച കിട്ടത് കൊണ്ടോ, ഉപദേശിമാർക്കോ അയ്യാമാർക്ക് ശാപ്പാട് കൊടുത്തത് കൊണ്ടോ, പാസ്റ്റർമാർക്ക് സ്വോത്ര കാഴ്ച കൊടുത്താലോ സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീൻ, എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധി കടന്നു വന്നിടുവിൻ, മഹത്വരാജനായി എഴുന്നള്ളിയിടട്ടെ. ആമേ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവിൽ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവിൻ. ഓ പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. ആമേൻ. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. ആമേൻ. ശുദ്ധനാക്കി നിന്നെ പുത്രനാക്കിടോ, ശുദ്ധനാക്കി ിടും. ഓ രക്ഷകൻ യേശുവിൻ സന്നിധി കടന്നു വന്നിടുവിൻ, മഹത്വരാജനം നിന്നിലക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, ഓ മഹത്വരാജനായി നിന്നിലക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. അല്ലാത്തൊന്നും സഭയല്ല, അല്ലാത്തതെല്ലാം സംഘടനകളാണ്. ഇവിടെ വേദപുസ്തകത്തിൽ വളരെ സ്പഷ്ടമായിട്ട് എഴുതി വച്ചിരിക്കുക, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി രക്ഷിക്കപ്പെടണം. അതിന് 5 പൈസയും മുടക്കണ്ട, അരക്കാശും മുടക്കണ്ട, ഭൗതിക ഒന്നും കൊടുക്കണ്ട. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ ഞാനൊരു പാപിയാ, എൻ്റെ പാപം ക്ഷമിക്കണം,
എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് വരണം. ആര് പ്രാർത്ഥിക്കും അവരെ യേശു ക്രിസ്തു രക്ഷിക്കും. ആ രക്ഷകൻ ഇന്ന് രാത്രിയിലും ഇവിടെ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്നവരെ ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എഫേസ്യ ലേഖനത്തിലെ 7 1-ാം അധ്യായത്തിൽ അവൻ സഭയ്ക്ക് വേണ്ടി ചെയ്ത 7 കാര്യങ്ങളാണ്. 2-ാം അധ്യായത്തിലെ 7 കാര്യം ജാതികളുടെ 7 അവസ്ഥകളെ കാണുക. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത് വിശുദ്ധന്മാരുടെ 7 പ്രാർത്ഥനാ വിഷയം. ആ 3-ാം അധ്യായത്തിൻ്റെ 14 മുതലെന്ന് വായിച്ചേ. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. താഴോട്ട് പഠിച്ചു വരുമ്പോൾ വിശുദ്ധന്മാരുടെ 7 പ്രാർത്ഥനാ വിഷയങ്ങൾ. 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവസഭയ്ക്കുള്ള 7 ഉപദേശങ്ങളാണ്. 7 ഒരു പുസ്തകമായി വെളിപ്പാട് പുസ്തകം, എഫേസ്യ ലേഖനം. അപ്പോൾ ദൈവസഭയ്ക്കുള്ള 7 ഉപദേശങ്ങൾ 4-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങൾ പ്രത്യാശ. ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ 4-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്കുള്ള 7 ഉപദേശ വിഷയങ്ങളാണ്. നമ്മൾ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ ആരാധനയിലെ 7 പ്രധാന ഭാഗങ്ങൾ. അതാണ് 18-20 വാക്യം. 5-ാം അധ്യായത്തിന്റെ 18 ആരാധനയിലെ 7 പ്രധാന ഭാഗങ്ങൾ. ആത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനം, സ്തുതികളാലും ആത്മീയ ഗീതം തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം പിതാവായവൻ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയും. അപ്പൊ ശ്രദ്ധിക്കുക, ആരാധനയിലെ 7 ഭാഗങ്ങൾ, 7 പ്രധാന വിഷയങ്ങളാണ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതാണല്ലോ നമ്മൾ വായിച്ചത്. 6-10 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസികളുടെ 7 അദൃശ്യ ആയുധങ്ങൾ. സ്തോത്രം. വിശ്വാസികളുടെ 7 അദൃശ്യ ആയുധങ്ങൾ. അതാണ് 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് പഠിക്കുമ്പോൾ നാം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, എഫേസ്യ ലേഖനം 6 അധ്യായമുണ്ട്. 6 അധ്യായത്തിലും 7 കണക്കുണ്ട്. ദൈവത്തിന് മഹത്വം. നമ്മൾ ഇന്ന് രാത്രി 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവെടുത്താണ് തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ആ ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. 6-10. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. എഫെസോസിലുള്ള വിശ്വാസികളുടെ ധന്യനായ പൗലോസ് പറയുക, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. ദൈവത്തിന് മഹത്വം. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒടുവിൽ എന്നുള്ള പദം അവിടെ കൊടുത്തിരിക്കുന്നത്. ഒടുവിൽ എന്നവിടെ കൊടുക്കണമെങ്കിൽ ആദ്യം ചില കാര്യങ്ങൾ പൗലോസ് പറഞ്ഞു. ഞാൻ എപ്പോഴും പറയും, ആദ്യം എന്തോ പറഞ്ഞെന്ന് ചോദിച്ചാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യം 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ വിളിച്ചവർക്ക് നിർദ്ദേശം കൊടുത്തു. 6 ഗ്രൂപ്പുകാർ. അതിലൊന്ന് ഭാര്യ, 2 ഭർത്താവ്, 3 മക്കള്, 4 പിതാക്കന്മാർ, 5 ദാസൻ, 6 യജമാനന്മാര്. ക്രമത്താലി ഒന്ന് വായിച്ചേ. 5-22. ഭാര്യമാര്. ഇനി 5-25. ഭർത്താക്കന്മാര്. 6-1. മക്കളെ. 6-4. പിതാക്കന്മാര്. 6-5. ദാസന്മാര്. 6-9. യജമാനന്മാര്. അപ്പോൾ 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ പൗലോസ് വിളിച്ചു സംബോധന ചെയ്ത ഈ കാര്യം പറഞ്ഞത്. എന്നിട്ട് 10 നോട്ടീസ് വായിക്കുക. അന്നോ ഇത് കേക്ക് നോട്ടീസാണോ ഇപ്പം വായിക്കുന്നത്? ഇത് കഴിഞ്ഞ് വായിക്കാം. അപ്പൊ ശ്രദ്ധിച്ചേ, 6 ഗ്രൂപ്പിനെ വിളിച്ച പൗലോസ് നിർദ്ദേശങ്ങൾ കൊടുത്തു. അത് നെടുങ്ങാടപ്പള്ളി കൺവെൻഷൻ്റെ നോട്ടീസാ. ഞാനും ഉണ്ട്. പോയാ നമുക്ക് അവിടെ അവിടെ
അപ്പോൾ ആദ്യം ഭാര്യമാരെ വിളിച്ചു, പിന്നെ ഭർത്താക്കന്മാരെ സംബോധന ചെയ്തു, പിന്നെ മക്കളെ വിളിച്ചു, പിതാക്കന്മാരെ വിളിച്ചു, ദാസന്മാരെ വിളിച്ചു, യജമാനന്മാരെ വിളിച്ചു. 5:22 മുതൽ 6:9 വരെ 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് നിർദ്ദേശങ്ങൾ വീണ്ടും വണ്ണം കൊടുത്തതിന് ശേഷം 6:10 ഇവരോടെല്ലാവരും കൂടെ ചേർന്ന് പൗലോസ് പറഞ്ഞത്, ഇതൊക്കെ ആമേൽ ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെട്ടോണം. ഇന്ന് രാത്രിയും എനിക്ക് നിങ്ങളോടും ഈ ശ്രേഷ്ഠനായ കർത്തദാസന്മാരോടും എല്ലാം പറയാനുള്ളത്, ആമേ ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. അപ്പോൾ 6 ഗ്രൂപ്പുകാരെ വിളിച്ചവർക്ക് നിർദ്ദേശം കൊടുത്തു. ഈ ഒന്നാമത് വിളിച്ചത് ഭാര്യമാരെയാ. ഭാര്യമാരെ 5:22 ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. അപ്പോൾ ഭർത്താവിനോട് എങ്ങനെ ഇടപെടണം, ഭർത്താവിനെ എങ്ങനെ ശുശ്രൂഷിക്കണം, എങ്ങനെ കരുതണം, ഇതൊക്കെയാണ് നിർദ്ദേശങ്ങൾ. ഇതൊക്കെ വിവാഹ ശുശ്രൂഷയിൽ ധാരാളം കാര്യങ്ങൾ നേരത്തെ നന്നായിട്ട് പറയും. ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് പറയാനൊന്നും പറ്റുന്നില്ല. കല്യാണം നടത്തുമ്പോഴേ അവർ പറയും അധികം പ്രസംഗിക്കരുതെന്നാണ് പറയുന്നത്. എങ്ങനെയും ഇതൊന്ന് നടത്തി വിട്ടേക്കണം. വീട്ടുകാരും പറയും അധികം ഒന്നും പറയരുതെന്ന്. അപ്പം അതുകൊണ്ട് അധികം പറയാത്തത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇത് സാധാരണ വിവാഹ ശുശ്രൂഷകളിൽ ഇത് പറയും. ഭാര്യ കീഴ്പ്പെട്ട് ഭർത്താവിനെ അനുസരിച്ച് വിധേയപ്പെട്ട് ബഹുമാനിച്ച് വേണം ജീവിക്കാൻ. സാറ അബ്രഹാമിനെ യജമാനിനെ ഡോണായി അങ്ങനെ വിളിച്ചത്, യജമാനിനെ എന്നാ. ഇന്നിപ്പം പിന്നെ അങ്ങനൊന്നും വിളിക്കത്തില്ല. വിളിക്കുമെന്ന് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഇല്ല. ഇപ്പം പേരാ വിളിക്കുന്നത്. പേര് വല്ല ഇന്നാളൊരുത്തം വിളിച്ചു, എടാ. അവൻ എന്നാലും പമ്മി ചെല്ലുന്നതും കണ്ടു. ഡാ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ. ഇപ്പോഴത്തെ വിളി അങ്ങനെ. പഴയ ഇവരോടൊക്കെ ചോദിച്ചാൽ പറയും, പഴയ അമ്മമാരൊക്കെ വിളിക്കുന്നത് എടാന്നും വിളിക്കുകയല്ല, ഒന്നും വിളിക്കത്തില്ല. ഈ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പഴയ അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ ഇങ്ങനെ ആ സമയം പിന്നെ ഇങ്ങോട്ടൊന്ന് വന്നേ, അത്രേ ഉള്ളൂ. അതിനകത്തെല്ലാം ഉണ്ട്. അമ്മ ചിലപ്പോൾ അടുക്കള ഇരുന്ന് ഇങ്ങനെ കേട്ടോ, പുള്ളി കേൾക്കുകയും ചെയ്യും. ഇപ്പം എല്ലാം തല തിരിഞ്ഞു. ഡാ അവനെ പെമ്പട്ടി പോകും പോലെ പോവുക അവിടെ പുറകെ. അങ്ങനത്തെ ഒരു കാലമാണ്. നിങ്ങൾ ഞാൻ ചിരിക്കുക അങ്ങനല്ലയോ മോനെ? അല്ലേ? എന്നെ സങ്കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം. ഭർത്താവിനെ ബഹുമാനിക്കണം. എൻ്റെ വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം 107 വയസ്സ് കഴിഞ്ഞു, 108 കയറുക. അപ്പോൾ പുള്ളിക്കാരി ഒരു അമ്മോപദേശം എന്ന് പറഞ്ഞൊരു കവിത ചൊല്ലും. ഇപ്പം ചൊല്ലാനൊന്നും വയ്യ. അന്ന് എൻ്റെ കയ്യിലുണ്ട് ആ കവിത. അത് മകളെ വിവാഹം കഴിക്കുന്നതിൻ്റെ തലേന്ന് അമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ്. അതിന് ഹെഡിങ് ഇതാ, അമ്മോപദേശം. അത് നല്ല രീതിയാണ്. അത് ചൊല്ലാം. വല്യമ്മച്ചി നന്നായിട്ട് ചൊല്ലും, ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു വരി, ഒത്തിരി വരികളുണ്ട്. ഒരു വരി, കാലത്തേ ഉണർന്ന ആദരാൽ കാന്തൻ്റെ കാല് തൊട്ട് വന്നിക്കണമെന്ന്. രാവിലെ എഴുന്നേറ്റ് ഭർത്താവിൻ്റെ കാല് മിക്കവാറും കാലേ വാരി അലക്കാതിരുന്ന ഭാഗ്യമെന്ന് കരുതിയാൽ മതി. പിന്നെ ആ കാല് തൊട്ട് നല്ല വരികളാണ് അതിനകത്ത്. പണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ജീവിതം ഉണ്ടായിരുന്നു കേട്ടോ. ഭർത്താവ് ഭക്ഷിക്കാതെ ഭാര്യയും ഭക്ഷിക്കത്തില്ല അന്ന്. ഇപ്പം സാഹചര്യമൊക്കെ മാറി, വ്യവസ്ഥിതികളൊക്കെ ഒത്തിരി വ്യത്യാസമായി. പഴയ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും. ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ അനുഭവസ്ഥരാ. ആഹാരം പാകമായാൽ ആദ്യം അപ്പനാ വിളമ്പി മാറ്റി വെക്കുന്നത്. പണ്ട് അപ്പൻ ആദ്യം വിളമ്പി മാറ്റി വെക്കും. ആ വിളമ്പുന്നതിനകത്ത് കൊണ്ട് വിളമ്പ് തവി കൊണ്ട് 4 വശം ഒന്ന് അമുക്കുകയൊക്കെ ചെയ്യും. ഇന്നല്ലയോ ഫ്രിഡ്ജുമൊക്കെ വന്നേ. അന്ന് ഫ്രിഡ്ജില്ല, ഉറിയല കൊണ്ട് വെക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇനി അത് പറഞ്ഞു കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ ചെന്ന് എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് വന്നതുപോലെ തന്നെ സന്തോഷത്തോടെ പോവുകയും വരികയും ചെയ്യാം. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെ അപ്പൻ അല്ലെങ്കിൽ പിതാവ് ദൂരെ പോയി രാത്രി എത്ര ലേറ്റ് ആയിട്ട് വന്നാലും ചില അമ്മമാർ ഉറങ്ങത്തില്ല.
ആ റാന്തല വിളക്കിൻ്റെ തിരിയെല്ലാം താഴ്ത്തി ഇങ്ങനെ നോക്കിയിരിക്കും. കാൽപ്പെരുമാറ്റം കേൾക്കുമ്പോൾ അമ്മയ്ക്കറിയാം അപ്പൻ വന്നെന്ന്. അമ്മ ചിലപ്പോൾ പെരയ്ക്കാത്തായിരിക്കും, പക്ഷേ കാൽപ്പെരുമാറ്റം കേൾക്കുമ്പം ചില അമ്മ പറയും, എടി കഥക് തുറക്ക, അച്ചായം വന്നു. അപ്പോൾ പിള്ളേർ ചോദിക്കാം, അമ്മ എങ്ങനെ അറിഞ്ഞ പെരയ്ക്കാത്തിരുന്ന അമ്മ, നീ തുറക്ക, അച്ചായം വന്നു. അങ്ങനെ ഒക്കെ എനിക്കറിയാവിടി. ഇന്ന് അച്ചായം വന്ന് പെരയ്ക്ക് ചുറ്റും ബെല്ലടിച്ച് കിടക്കുക, കഥകയിലിടിക്കുന്നു, ജനലയിലിടിക്കുന്നു, പെരയ്ക്ക് ചുറ്റും. അവസാനം അച്ചായം തൈ കേട്ട് അവിടെ തന്നെ അങ്ങ് ഇരിക്കുക. പിന്നെ ആ പെരുമാറ്റം, അച്ചാൻ കാലെടുത്ത് തൊഴിച്ചാൽ പോലും, കഥകിനടുത്ത് തൊഴിച്ചാൽ പോലും. അയ്യോ, ഞാൻ തമാശ പറഞ്ഞതല്ല. ഇപ്പം പിന്നെ മൊബൈലൊക്കെ ആയതുകൊണ്ട് എല്ലാം മെസ്സേജ് വിടുക, അല്ലാതെ കാര്യമൊന്നുമില്ല. ആട്ടെ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. അപ്പൊ ഭാര്യമാര് എങ്ങനെ ഭർത്താവിനോട് അനുവർത്തിക്കണം, ഇടപെടണം, ഇതൊക്കെയാ വളരെ പൗലോസ് കർക്കശമായി പറഞ്ഞത്. ഭാര്യമാര്, ഒന്നുകൂടെ വായിച്ചോ 22. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. പണ്ട് ഞങ്ങളുടെ ഒരു അപ്പച്ചൻ പറഞ്ഞ പോലെ, കീഴടങ്ങിയില്ലെങ്കിലും അടങ്ങിയിരുന്നോണ്ടാ മതി. കീഴടക്കാനൊക്കെ നോക്കുന്ന ഇപ്പൊ പ്രശ്നമാണ്. സമത്വമല്ലേ, സമത്വം. ഇപ്പൊ 50% എല്ലാവരും കൂടുതലും ഫോട്ടോ അവരുടെയാ, ഇല്ലേ? കണ്ടില്ലേ? കൂടുതലും അതെ, എല്ലാവരും നിൽക്കുക. ഞാൻ എതിർക്കുന്നൊന്നുമില്ല. ഭർത്താവിനെയും പിള്ളേരെയും ശുശ്രൂഷിക്കേണ്ട പല ആൾക്കാരും അതിന് സമയം കണ്ടെത്തുന്നില്ല. എല്ലാവരും പോവുക. നമ്മളങ്ങനെ നിൽക്കുമ്പോൾ രാവിലെ അവർ മോളി എന്ത് ചെയ്യുക ബാബു, അവൾ ചായ ഇടുന്നു, നേരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കാരണം കൊണ്ടുപോകും. പിന്നെ പോകുന്ന പോക്കിന് മോളി ചായ ഇട്ടേച്ച് പിള്ളേർക്കും കൊടുത്തേക്കണം, പാത്രം കഴുകി വെച്ചേക്കണം. ഞാൻ ഗ്ലാസ് കഴുകി ഊപ്പാട് വരിക, ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. അത് നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പം ഇത് എങ്ങനെ ജീവിക്കണം, കർക്കശമായ ഉപദേശങ്ങളാണ്. ഭാര്യമാരെ കർത്താവിന് എന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം, അനുസരിക്കണം, വിനയപ്പെടണം. ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നില്ല, എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തണമല്ലോ. ഇനി ഭർത്താക്കന്മാർക്കുമുണ്ട് നിർദ്ദേശം. 25-ാം വാക്യം, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. യേശു ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. യോഗ്യതയുള്ളത് കൊണ്ടല്ല, ക്വാളിറ്റി ഉള്ളത് കൊണ്ടല്ല, യാതൊരു യോഗ്യതയും യാതൊരു വിശേഷതയും ഇല്ലാതിരുന്നപ്പോഴാ ക്രിസ്തു അവൻ സഭയെ സ്നേഹിച്ചത്, തൻ്റെ ജനത്തെ സ്നേഹിച്ചത്. എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരോടും അങ്ങനെ, നിങ്ങളുടെ ഇഷ്ടത്തിന് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയെന്ന് വരികയല്ല, വസ്ത്രം കഴുകി തന്നെന്നോ തേച്ചെന്നോ വേണ്ടതെല്ലാം സമയത്ത് ചെയ്തെന്നോ വരികയല്ല. പക്ഷേ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ച് പോറ്റി പുലർത്തണം. എൻ്റെ തുണി കഴുകി തന്നില്ല, എന്നാൽ ഇന്ന് നീ കഞ്ഞി കുടിക്കണ്ട, എന്തോ ചെയ്യും? തുണി തേച്ചത് ഒത്തില്ല, അതുകൊണ്ട് ഈ ആഴ്ച മുഴുവൻ പട്ടിണി കിടന്നു. അതാണോ മര്യാദ? തെറ്റുണ്ട്, കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, പോഷത്വമുണ്ട്. അതെല്ലാം നമ്മൾ ക്ഷമിക്കണം. അങ്ങനെ കുടുംബജീവിതം നോക്കൂ. സ്തോത്രം. എന്നാ എല്ലാവരും ഇങ്ങനെ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നപ്പോഴാണ് നമ്മെ സ്നേഹിച്ചത്, യാതൊരു വിശേഷതയും ഇല്ലാതിരുന്നപ്പോഴാണ് നമ്മെ സ്നേഹിച്ചത്. ഇന്ന് രാത്രി ആ സ്നേഹമായിരിക്കണം നമുക്കുള്ളത്. ഭർത്താക്കന്മാർ അങ്ങനെ ആയിരിക്കണം. സ്വന്തം കാര്യം നോക്കുന്ന ഭർത്താവ് ആയിരിക്കരുതെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അവരെ സംരക്ഷിച്ച് പോറ്റി പുലർത്തി രക്ഷ ചെയ്ത് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. നമ്മുടെ കർത്തവ്യമാണ്, കടമയാണ്. അതെ, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഇനി 6-ാം അധ്യായത്തിന്റെ 1. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. മക്കളോടുള്ള ഉപദേശമാണ്. അമ്മയപ്പന്മാരെ അനുസരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത, ആദരിക്കാത്ത, കരുതാത്തൊരു കാലത്തിലേക്ക്. എനിക്ക് ബഹുമാനപ്പെട്ട കർത്തദാസൻ മുമ്പേ പറഞ്ഞ ആ പ്രയോഗം വളരെ ഇഷ്ടപ്പെട്ടു. പിള്ളേരുണ്ടാകുകയെന്ന് അങ്ങനെ വേണം. ചിലയിടത്ത് ഇഷ്ടം പോലെ പിള്ളേരുണ്ട്, അവസാനം അപ്പനെയും അമ്മയും നോക്കാൻ ആരുമില്ല. ഫോട്ടോയിലൊക്കെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഞാൻ മിക്ക വീടുകളിലുമൊക്കെ ചെല്ലുമ്പോൾ തന്തയെ പിടിച്ച് നടുക്കിരുത്തി ഒരു ടൈയും കെട്ടി, അയാൾക്ക് ഇത് കെട്ടാനും എടുക്കാനും അറിയാമല്ലോ, എന്നാലും ഫോട്ടോയ്ക്ക് വേണ്ടി അയാൾ ഇങ്ങനെ കുരുക്ക് വീട് വന്നോട് തിരിക്കുക.
അമ്മച്ചിയെ പിടിച്ച് നടുക്കരുത്തി, അല്ലെങ്കിൽ വയ്യ, മക്കളെല്ലാം കൂടെ വന്ന് നിരന്നിരിക്കുക. പക്ഷേ അവസാന സമയത്ത് ഒരെണ്ണമില്ല. എത്ര എണ്ണത്തിന് എനിക്കറിയാം, ഒരെണ്ണമില്ല. ആ ഫോട്ടോയിലൊക്കെ ചിരിച്ചിരിക്കുമ്പോൾ നമ്മളോർക്കും ഭയങ്കര ആത്മാർത്ഥതയാണ്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതല്ലാതെ ഒരു ആത്മാർത്ഥതയില്ല. എല്ലാവരുടെയും കാര്യമല്ല, എന്നാൽ സിംഹഭാഗു. എത്രയോ മാതാപിതാക്കളെ അനാഥശാലയിൽ കൊണ്ടാക്കുന്നു, എത്രയോ മാതാപിതാക്കളെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നു. അടുത്ത കാലത്തും വായിച്ചല്ലേ അമ്മയെ ഒരുക്കി വെച്ച് പറഞ്ഞു ഗുരുവായൂരമ്പലത്തിൽ പോകാമെന്ന്. തലയോർത്തൻ്റെ ദൈവമേ, പ്രായമായ സമയത്തെങ്കിലും ഗുരുവായൂരപ്പനെ കാണാൻ ഒക്കെ ഒരു അമ്പലത്തിൽ കൊണ്ടിരുത്തിച്ച് അവർ അമ്മ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ അപ്പറേ പോയി തൊഴുതേച്ച് വരാമെന്ന്. ഇന്ന് വരെ തൊഴുത് തീർന്നില്ല. ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്നവർ മോശമല്ല, അവരുടെ ഇടയിലാ കൂടുതൽ. എത്ര അനാഥശാലയാ ഇല്ലേ, എത്രയോ. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും കൂടെ പറയാം, സ്വത്തും പണവും ഉള്ളവരാ കൂടുതലും അമ്മയപ്പന്മാരെ നോക്കാത്ത. അതെ, സ്വത്തും പണവും ഒക്കെ ഉള്ളവരാ കൂടുതലും മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത്, അന്വേഷിക്കാത്തത്. എങ്ങനെയും അത് തട്ടിയെടുക്കണം ചാകുന്നതിന് മുന്നേ. അങ്ങനെ എടുത്ത് എത്രയോ പേരുണ്ട്. കള്ളയൊപ്പിട്ട് കള്ളയാധാരം ഉണ്ടാക്കി അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവർ ഇഷ്ടദാനം തന്നതാണെന്നും പറഞ്ഞ് ആധാരം അടിച്ചു മാറ്റി എത്ര എണ്ണം. പള്ളിയിൽ പോകുന്നതും പെന്തിക്കോസിൽ പോകുന്നതും സാൽവേഷൻ ആർമി പോകുന്നതും മാർത്തോമ, എത്ര എണ്ണം. ദൈവം ഒരിക്കൽ പിടിക്കും. നിനക്ക് നന്മയുണ്ടാകുവാൻ ഈ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ അപ്പനെ അമ്മയും ബഹുമാനിക്കണം. മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്, മാതാപിതാക്കളെ ഉപദ്രവിക്കരുത്, മാതാപിതാക്കളെ കരയിപ്പിക്കരുത്. പ്രായമുള്ള അപ്പനും അമ്മയും വീട്ടിൽ കാണും, അവരെ ബഹുമാനിക്കണം. ചിലപ്പം പിടിവാശിയൊക്കെ കാണും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളിപ്പോൾ പറയും പാഷൊക്കെ പറഞ്ഞു വെച്ച് പോയാൽ മതി, ഇത് തള്ളയാതാ സാധനമെന്നറിയാമോ? അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഞാൻ എതിർക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വല്യമ്മച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇച്ചിരി കടുംപിടുത്തോ ശുണ്ടിയൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ വല്യമ്മച്ചി അതെല്ലാം സഹിക്കുക, എതിർത്തൊന്നും പറയത്തില്ല, ഒന്നും എതിർത്ത് പറയത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം 107 വയസ്സായപ്പോഴും ഞങ്ങൾ മക്കളെല്ലാം മരിച്ചു, ഒരു മരുമകൾ മാത്രമേ ഉള്ളൂ. ബാക്കി കൊച്ചുമക്കളും കൊച്ചുമക്കളുടെ മരുമക്കളും അവരുടെ മക്കളുമൊക്കെ അമ്മച്ചിയെ ശുശ്രൂഷിക്കുന്നത്. എല്ലാവർക്കും വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. ഇപ്പം ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഞാൻ ഇച്ചിരി പായസമൊക്കെ കൊടുത്തേച്ചാ പോകുന്നത്, കോരി കൊടുത്തേച്ചാ പോകുന്നത്. ഞാനേ ഉള്ളു അധികം നിന്ന് അവരെല്ലാവരും എപ്പോഴും വരികയും ശുശ്രൂഷിക്കുകയും, വലിയ കാര്യമാണ് വല്യമ്മച്ചി. എന്താണെന്ന് ചോദിച്ചാൽ വല്യമ്മച്ചി അങ്ങനെയാണ് ചെയ്തത്, വിതയ്ക്കുന്നതായി കൊയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരുടെ അമ്മ മങ്കമ്പുകാരിയാണ്, ഇച്ചിരി ശുണ്ടിയും കടുംപിടുത്തമൊക്കെ ഉള്ളൊരമ്മയാണ്. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില കാര്യം എനിക്കും അറിയാം. ഈ പരാധീനതയുള്ള കാലം പണ്ട് കാലമല്ലേ. അപ്പോൾ ഈ ഭക്ഷണം വിളമ്പുമ്പം അമ്മച്ചി പ്രായമല്ലേ എന്നോർത്ത് എൻ്റെ വല്യമ്മച്ചി ആദ്യം കൊണ്ട് ഭക്ഷണം കൊടുക്കും ഈ അമ്മയ്ക്ക്. ഈ ശുണ്ടി ഉണ്ടെന്നായി പറയുന്നത്. ആദ്യം കൊണ്ട് ഭക്ഷണം കൊടുക്കുമ്പം അമ്മച്ചി ചോദിക്കും, നിങ്ങളൊക്കെ കഴിച്ചോ? ഉടനെ എൻ്റെ വല്യമ്മച്ചി പറയും, ഇല്ല അമ്മച്ചി കഴിച്ചില്ല. അമ്മച്ചിക്ക് ആദ്യം എനിക്ക് ആദ്യം തന്നൊരു മൂലയിലാക്കിയാൽ പിന്നെ നിങ്ങൾക്കെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് ഉണ്ടോ അത് മേടിച്ച് പിന്നീട് കഴിച്ചു കഴിഞ്ഞ് കൊണ്ട് കൊടുക്കും. അമ്മച്ചി കഴിഞ്ഞ ദിവസം അങ്ങനെ. അപ്പോൾ അമ്മ ചോദിക്കും, നിങ്ങളെല്ലാം കഴിച്ചോ? ഉടനെ പറയാം, ഞങ്ങൾ കഴിച്ചമ്മ. ബാക്കി വന്നതെല്ലാം കൂടെ. സ്വഭാവത്തിൻ്റെ വൈകല്യമായി പറഞ്ഞു. അങ്ങനെ പിടിവാശിക്കാരുണ്ട്. പക്ഷേ എൻ്റെ വല്യമ്മച്ചി ഒന്നും എതിർത്ത് പറയത്തില്ല. പ്രായമല്ലേ എന്നോർത്ത് ഇച്ചിരി ആഹാരം കൂടുതൽ കൊണ്ട് കൊടുത്താൽ ഇതാർക്കാ? അമ്മച്ചിക്കാ. ഞാനാന്നോ കണ്ടമാനം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നേ? കൂടുതൽ കൊടുത്തേന്. അത് മേടിച്ച് കുറച്ച് കൊണ്ട് കൊടുക്കും. ഉടനെ പറയുന്ന ഇങ്ങനെയാന്നേ അധിക നാൾ തരണ്ടല്ലോ. ഒരു തരത്തിൽ വല്യമ്മച്ചി പറഞ്ഞതാ. ഒരിക്കൽ ഇച്ചിരി കൊണ്ട് കൊടുത്തു, വേണേ ഇനിയും കൊടുക്കാമല്ലോ, ഇത് എങ്ങനെ കൊടുത്താലും കുറ്റമാണ്. ഇച്ചിരി കൊണ്ട് കൊടുത്തു. ഉടനെ കഴിച്ചു തീർന്നപ്പം എൻ്റെ വല്യമ്മ ചോദിച്ചു, അമ്മച്ചി ഇച്ചിരി ഇവിടെ തരട്ടെ, ഈ പാത്രത്തിനിട ഉണ്ടായിരുന്നല്ലോ. എന്നാ ചെയ്യും ഇതിനെയൊക്കെ? ഇപ്പം ബിബിൻ പറയാം, ആ സ്വഭാവം തന്നെ എനിക്ക് വന്നു.
അത് അവിടെ നിന്ന് പറഞ്ഞാൽ അതായിരിക്കും, എനിക്കറിയാതെ പറയുമെന്ന്. അത് തന്നെ പുള്ളിക്ക് വന്ന്. പക്ഷെ എൻ്റെ വല്യമ്മച്ചി അതെല്ലാം എതിർത്ത് പറയാതെ, ഓരോ ഒടക്കം പറയാതെ അതെല്ലാം വിനയമായിട്ട് ചെയ്യും. അത് ചെയ്തത് കൊണ്ടാണ് പുള്ളിക്കാരിക്കും ഇപ്പം അത് അനുഭവിക്കുന്നത്. വിതയ്ക്കുന്നതാണ് കൊയ്യുന്നത്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ പള്ളിയിൽ പോയത് കൊണ്ടൊന്നും ഗുണം വരികയല്ല തങ്കമ്മേ. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ ആമൻ സ്വതം മുമ്പേ പറഞ്ഞ പോലെ ABCD വായിച്ച് ഇങ്ങനെ എന്നാ പറഞ്ഞ എന്താ ടാമർ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ ABCD അടിച്ചാലൊന്നും അവസാനം ഇസഡായി പോവുകയുള്ളൂ. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ പെന്തിക്കോസി വന്ന് തമ്പേർ മേടിച്ച് നല്ല അടിയടിച്ച് തമ്പേറിൻ്റെ ഒരു വശം പൊട്ടിയത് കൊണ്ടൊന്നും ഗുണമാകുകയില്ല. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ 5:30 കുർബാനയ്ക്ക് തണുപ്പം പിടിച്ച് പമ്മി ആടെ മൂടെ പോന്നിട്ട് അവിടെ പോയി നിന്നിട്ടൊന്നും ഒരു കാര്യവും. അപ്പനെ അമ്മയെ അന്വേഷിക്കാതെ മലയ്ക്ക് പോയാൽ നിന്നെ കടുവ പിടിക്കും. എന്നെ തുറച്ചു നോക്കുന്നേ. അപ്പനെ അമ്മയെ അന്വേഷിക്കാതെ നീ മക്കയ്ക്ക് പോയത് കൊണ്ടും ഗുണം വരികയില്ല. തിരുവടുത്ത് പറയുന്നത് നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. മക്കൾക്കുള്ള നിർദ്ദേശങ്ങളാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ കണ്ണീര് കുടിപ്പിക്കരുത്. പ്രായമുള്ളവരാ, ചിലപ്പോൾ പഴയ ആൾക്കാരില്ലേ, അല്പം പിടിവാശിയും ഒക്കെ കാണും, അതൊക്കെ അങ്ങ് സഹിക്കണം. എൻ്റെ ഭാഷ ഇരുന്ന കാലത്തോളം ഇനി ഇരിക്കത്തില്ലല്ലോ, അങ്ങനെയും ഓർത്ത് ചെയ്യേ. അങ്ങനെ ചെയ്താൽ ദൈവം നിനക്ക് നന്മ ചെയ്യും. നീ അറിയാത്ത നന്മയുടെ വഴികളെ ദൈവം തുറക്കും. അതാണ് മക്കൾക്കുള്ള ഉപദേശം. ഇനി 4-ാം വാക്യം വായിച്ചോ. 4-ാം വാക്യം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. മാതാപിതാക്കളോടൊരു കാര്യം പറയാം. മക്കളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ കുറെയൊക്കെ, എൻ്റെ ഭാഷയാ, കുറെ ഒതുങ്ങണം. 65 കഴിഞ്ഞാലേ ആ പഴയ പിടിവാശിയും ഞാൻ ഒറ്റച്ചാട്ടത്തിന് പരിഹാരത്ത് പോയതാണെന്നൊന്നും പറഞ്ഞിരിക്കരുത്. ഞാൻ പഴയ ആളാണെന്നൊന്നും പറയരുത്. ഇപ്പം മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം ചെല്ലത്തില്ല. അപ്പം തന്നെയല്ല, പ്രായമായി കഴിയുമ്പം ദൈവത്തെ ഭജിച്ചും ദൈവത്തെ ആരാധിച്ചും ഭക്തിയോടൊക്കെ ജീവിക്കണം. മക്കളുടെയും മരുമക്കളുടെയും കുറ്റം അന്യ വീട്ടിൽ ചെന്ന് പറയരുത്. സഭയിലും വന്ന് പറയരുത്. അയ്യായോടും പറയരുത്, ഉപദേശിമാരോടും ആരോടും പറയരുത്. ഇത് രാവിലെ ചില തള്ളമാരൊരു കൂടിൻ്റെ കുടുംബിക്കും പിടിച്ച് അങ്ങ് ഇറങ്ങും. മക്കളുടെയും മരുമക്കളുടെയും എല്ലാം കുറ്റമാണ്. അവരാ വെള്ളം തരേണ്ടത്. അതുകൊണ്ട് ചിലപ്പം മക്കളല്ലേ, മാതാപിതാക്കളാണ് ക്ഷമിക്കേണ്ടത്. പിടിവാശിയൊന്നും പാടില്ല. അവരോട് സ്നേഹത്തിലും കരുണയിലും മരുമക്കളെ മരുമക്കളായിട്ട് കാണരുത്. മക്കളെ പോലെ ഇടപെടണം. ഒരു കുഴപ്പവും വരികയില്ല. ഇത് മക്കൾക്കുള്ള ഉപദേശവും പിതാക്കന്മാർക്ക് മാതാപിതാക്കൾക്കുള്ള ഉപദേശം. ഇനി 5-ാം വാക്യം വായിക്കാം. 5-ാം വാക്യം. ദാസന്മാരെ, ജഡപ്രകാരം യജമാന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ. ഇനി ദാസന്മാർക്കുള്ള ഉപദേശം കൊടുക്കുക. ദാസന്മാർ എന്ന് പറഞ്ഞാൽ യജമാനന്മാരോട് നല്ല രീതിയിൽ ഇടപെടണം. യജമാനന് ദാസന് ഒരു സഭയിലെ മെമ്പേഴ്സാ, പക്ഷെ ആ യജമാനനെ ബുദ്ധിമുട്ടിക്കരുത്. ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം വാങ്ങിച്ചോണം. അവർ നമ്മുടെ പരിചയക്കാരാ, യജമാനനാ, ഒരു സഭക്കാരാ, ഒരു വേണ്ടപ്പെട്ടവരാന്നോർത്തവരെ ബുദ്ധിമുട്ടിക്കരുതെന്നാ പറഞ്ഞ എൻ്റെ അർത്ഥം. എല്ലാം വിവരിക്കുന്നില്ല. ഇനി 9-ാം വാക്യം. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും. അപ്പൊ യജമാനന്മാരോട് പറയുക, അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ട്. വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്നവരോടും പറമ്പിൽ പണിയാൻ വരുന്നവരോടൊക്കെ കരുണയോടെ ഇടപെടണം. പ്രായമുള്ളവരെ, നമ്മളെക്കാൾ മൂത്തവരെ, പിള്ളേരെ കൊണ്ട് പേര് വിളിപ്പിക്കരുത്. എനിക്കറിയാം ധാരാളം ആൾക്കാരെ, കൊച്ചു പിള്ളേർ വീട്ടിൽ പണിയാൻ വരുന്ന അപ്പനോടും അമ്മയോടും അല്ലെങ്കിൽ തീർത്ത് പേര് വിളിക്കും. ആ വീട്ടുകാർ പേര് വിളിക്കുന്നതിന് തെറ്റില്ല. അവരേത് സമപ്രായക്കാരോ ആ നിലയിൽ. കൊച്ചു പിള്ളേർ, ഞാൻ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ഒരമ്മ ആ വീട്ടിലെ ജോലിക്ക് വന്നതാണ്.
ആ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിച്ചതാ. ഞാൻ അല്പം നേരത്തെ ചെന്നു. എനിക്കൊരു കാപ്പിയൊക്കെ തന്നു. അപ്പോൾ പേപ്പർ അവിടെ കിടക്കുന്നു. പേപ്പറുമൊക്കെ വായിച്ച് എനിക്ക് ആ യോഗം തുടങ്ങിയില്ല. അപ്പോൾ ആ വീട്ടിലെ 12 വയസ്സ് കാണും, ഒരു പെങ്കൊച്ച്, 12 വയസ്സ്. അപ്പോൾ ആ പെണ്ണ് വളരെ തീർത്ത് പറഞ്ഞു, തങ്കേ ഇങ്ങോട്ടൊന്ന് പെട്ടെന്ന് വന്നേന്ന്. അപ്പം ഞാൻ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചു. അപ്പം പിന്നെ ഇവളെ അല്പം കഴിഞ്ഞപ്പം ഇച്ചിരി കോപിഷ്ഠയായിട്ടാണ് പറഞ്ഞ. 12 വയസ്സേ കണ്ടേ ഉള്ളൂ. തങ്കയോടല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. തങ്കയ്ക്ക് എന്നാ വന്നാൽ എന്നാന്ന് ചോദിച്ചു. അപ്പം ഞാൻ അപ്പം തങ്ക ഏതാന്ന് നോക്കാൻ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പം ഒരു 65-70 വയസ്സ് കാണും ഉദ്ദേശം. ഒരമ്മ ചട്ടയും മുണ്ട് കൊടുത്തൊരമ്മയാണ്. പെട്ടെന്ന് കയ്യുമെല്ലാം കഴുകിയ എൻ്റെ കുഞ്ഞെ ഞാൻ വേറൊരു കാര്യം അടുക്കളയിൽ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് താമസിച്ചുകൊണ്ട്. ഇവിടെ കുറച്ച് നേരമായിരുന്നു ഞാനിത് കണ്ടു. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന കാര്യം ഇവള് ഓർത്തില്ല. അല്ല, ഇരുന്നാലെന്നാ 65-70 വയസ്സോളം പ്രായമുള്ള അമ്മയെ കയറി ഈ 12 വയസ്സുള്ള പെൺകുട്ടി വിളിക്കുക. തീർത്ത് തങ്കമ്മ എന്നാ പേര്. അപ്പം ഞാൻ ഈ അമ്മ ഇത് കൊടുത്തേച്ച് വന്നപ്പം എന്നെ കണ്ടു വളരെ വിനയത്തോടെ. ഞാനും പറഞ്ഞു സ്തോത്രം. ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ പേരെന്തുവാ? എൻ്റെ പേര് തങ്കമ്മ എന്നാ. എവിടാ വീട്? ഇവിടെ അടുത്താ വീട്. ഞാൻ ചോദിച്ചു, മക്കളൊക്കെ ഉണ്ടോ? 2 ആൺപിള്ളേരുണ്ട്. എന്നിട്ട് അത് പറഞ്ഞേച്ച് എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇടയ്ക്ക് വീട്ടു ജോലിക്ക് വരുന്നതാ, എന്നെ വിളിക്കും, ഇവിടുത്തെ പുള്ളിക്കാരി വിളിക്കും. ഇതേപോലെ പ്രത്യേക പ്രാർത്ഥനയോ ഒക്കെ ഉണ്ട്, എന്നെ വിളിക്കും, ഞാൻ ഓടി വരും. അവരുടെ മകളുമൊക്കെ എനിക്ക് സഹായം ചെയ്യും. അപ്പം ആ വീട്ടിലെ അമ്മയുടെ മോളാ ഈ 12 വയസ്സുകാരി. ഈ പ്രായമുള്ള അമ്മയെ തങ്കമ്മയെന്ന് പോലും വിളിച്ചില്ല, തങ്കയെന്ന് വിളിച്ചിട്ട് എവിടെ അമ്മയോ ഈ വല്യമ്മയോ അത് നിർത്തിയില്ല. ഞാനത് കേട്ടുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? പിന്നെ അത് കഴിഞ്ഞ് യോഗം തുടങ്ങി. അത് പിന്നെ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ, ഞാനാ പ്രസംഗിച്ച്. അവൾ ഉണ്ടായിരുന്നു, അവിടെ അമ്മ ഉണ്ടായിരുന്നു, വല്യമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു, അവളും ഉണ്ടായിരുന്നു. പിന്നെ യോഗം കഴിഞ്ഞ് ഞാൻ ഭക്ഷണവും കഴിച്ചില്ല. അത് നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി എന്നാണ്. അതിനൊന്നും മുഖാന്തരം ഒന്നും ഒത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രായമുള്ളവരെ ബഹുമാനിക്കണം. സമപ്രായക്കാര് പേര് വിളിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അത് തെറ്റില്ല. കൊച്ചു പിള്ളേരല്ലേ. വിശേഷിച്ച് ഈ വേദപുസ്തകവുമായിട്ട് നടക്കുന്ന നീയും നിന്റെ സന്തതി അത് ചെയ്യരുത്. മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അടഭാഗം വിടുക. നിങ്ങൾക്കും അവർക്കും ഒരു യജമാനൻ സ്വർഗത്തിലുണ്ട്. ഇതെപ്പോഴും നമ്മെ ഭരിക്കണം. മറ്റുള്ളവരെ ബഹുമാനിക്കണം. ജാതിയോ മതമോ സഭയോ ഒന്നും നോക്കരുത്. ചില ആൾക്കാർക്ക് ഈ സഭ നോക്കി, മതം നോക്കി, ജാതി നോക്കി, നിറം നോക്കിയാണ് ഇടപെടുന്നത്. പാടില്ല, തെറ്റാ. ഒരിക്കൽ ഞാനും ഷിബ പാസ്റ്ററും കൂടെ ഒരു സ്ഥലത്ത് പോവുക. അപ്പം വേറൊരു ഫാമിലി അവിടെ വന്നു. ഓടി വന്നേച്ച്, അപ്പച്ച ഇപ്പോഴല്ല വർഷങ്ങൾ, അപ്പച്ചനിപ്പോൾ എവിടാ? അപ്പം ഞങ്ങൾ പറഞ്ഞു ഇന്നടുത്താ. അപ്പം അവരുടെ സഭയുടെ പേര് ചോദിച്ചു പറഞ്ഞു, അതിലാന്നോ? അപ്പം വലിയ കാര്യത്തിലാണ് വന്നത്, ചിരിച്ചുകൊണ്ട്. അപ്പച്ച ബഹുമാനത്തോടാ. അപ്പച്ച ഞങ്ങളെ 2 പേരെയും കണ്ട്. ഞങ്ങളും വളരെ വിനയമായിട്ട് പറഞ്ഞ ഞങ്ങൾ ഇവിടെ അടുത്താ. അപ്പോൾ ചോദിച്ചു ഏത് സഭയാ? അപ്പം ഞങ്ങൾ പറഞ്ഞു തിരുവല്ല ഹെബ്രോൻ സഭയാ. അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങളുടെ സഭയല്ലയോ? ഞങ്ങൾ പറഞ്ഞു അവിടെ അല്ല. അന്നേരം രണ്ടും പോയി. വെള്ള ഇട്ടത് കൊണ്ടോ, കരിക്ക് എത്തിയതുപോലെ മീശ പഠിച്ചത് കൊണ്ടോ, കാതും കഴുത്തും എല്ലാം പറിച്ച് മത്തി വെട്ടി കഴുകി വെച്ചതുപോലോ ഒരു ഗുണവും ഇല്ല. സഭ നോക്കിയല്ല സ്നേഹിക്കണ്ടേ. ഞങ്ങൾ സാൽവേഷൻ ആർമി, അവർ മാർത്തോമ, ഇവർ CMS, ഇവർ പെന്തിക്കോസ്. അങ്ങനല്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. മറ്റുള്ളവരെ ബഹുമാനിക്കണം. അവൻ ഹിന്ദുവാ. അതിനെന്നാ? ഹിന്ദുത്വം നോക്കിയോ, മുസ്ലിം ആണോ എന്ന് നോക്കിയോ, ക്രിസ്ത്യാനിയാണോ നോക്കിയോ അല്ല ഇടപെടേണ്ട. അവൻ മനുഷ്യനാ.
മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. എല്ലാവർക്കും അവരുടെ വ്യക്തിത്വമുണ്ട്. മറ്റുള്ളവരെ ബഹുമാനിക്കണം. ഉപദേശങ്ങൾ പറയുമ്പോൾ ഉപദേശം പറയും, പക്ഷേ മാനുഷികമായ ചില കടപ്പാടുകളും കടമകളും കർത്തവ്യങ്ങളും നമുക്കുണ്ട്, ഇല്ലേ? ഉണ്ട്. ചില സഭക്കാർക്ക് ചില സഭക്കാരെ ഇഷ്ടമല്ല. എല്ലാവരും അങ്ങോട്ട് പോകാണ്ടിരിക്കുക. അവിടെ പോകുകയല്ലെന്നുള്ളത് ഉറപ്പാ. പയ്യാവേലി എല്ലാം കൂടെ അങ്ങോട്ട് ചെല്ലുന്നേ. നിങ്ങൾ കണ്ടിട്ടില്ലേ? കൈ തരുന്ന പോലെ ശരിക്കും തരത്തില്ല, സംസാരിക്കത്തില്ല. ചിലക്ക് അങ്ങ് വൈരാഗ്യമാ, വൈരാഗ്യം. അതൊന്നും പാടില്ല. ശവസംസ്കാരത്തിനാന്നേലും വിവാഹ ശുശ്രൂഷയിലാന്നേലും ഒക്കെ ചെല്ലുമ്പോൾ നമ്മൾ സഹകരിക്കണ്ടേ? വേണം. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. ഞാൻ എല്ലാവരുമായിട്ട് സഹകരിക്കും, കയ്യുമൊക്കെ കൊടുക്കും. എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വിളിക്കും. ചൊല്ലിങ്ങനെ മസിൽ പിടിച്ചിരിക്കുക. എങ്ങോട്ട് പോകാനാ? നിങ്ങൾ ഓർക്കുന്ന സ്വർഗം മല്ലപ്പള്ളി ചന്തയാണെന്നാണോ? മല്ലപ്പള്ളി ചന്തയിൽ ആർക്ക് വേണേലും ചെല്ലാം. സ്വർഗത്തിൽ അങ്ങനെ പോകാനൊക്കത്തില്ല. സ്വർഗത്തിൽ പോകാനെങ്കിൽ വ്യവസ്ഥയുണ്ട്. അതിൻ്റെ ആദ്യത്തെ വ്യവസ്ഥയായി രക്ഷിക്കപ്പെടണം. പിന്നെ മുഴുവൻ ഉപദേശങ്ങളാണ്. അപ്പൊ ശ്രദ്ധിക്കുക, മറ്റുള്ളവരെ സേട്ടനെന്ന് കാണുക, അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. പ്രായമുള്ള ഒരാളെ കണ്ടാൽ, ഇപ്പം ഉദാഹരണം ബസ്സിൽ പോകുമ്പം പ്രായമുള്ള ഒന്നിന് എഴുന്നേറ്റ് കൊടുക്കണ്ടേ? നമ്മളുടനെ വെളിയിലോട്ട് നോക്കിയിരിക്കും. ചങ്ങനാശ്ശേരി വരെ മല്ലപ്പള്ളി മുക്കൂറിന്ന് കയറിയതാ. കാരണം ഇങ്ങോട്ട് നോക്കിയാൽ മറ്റേ പുള്ളി നിൽക്കുക, ഒന്നെങ്കിൽ എഴുന്നേക്കണയില്ല, ഇരിക്കാൻ പറയണം. അത് വേണ്ടല്ലോ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഇച്ചിരി പിണ്ണതൈലം മേടിച്ചാൽ മതിയല്ലോ തൂക്കാൻ. മറ്റുള്ളവരെ ബഹുമാനിക്കണം, ആദരിക്കണം, ശുശ്രൂഷിക്കണം. ഞാൻ ഞങ്ങളുടെ കൂട്ടായ്മയും സഭയിലുമൊക്കെ പറയും, പ്രായമുള്ളവർ ഭക്ഷണത്തിനൊക്കെ ഇരിക്കുമ്പം അവർക്ക് അങ്ങോട്ട് കൊണ്ട് കൊടുക്കണം. വയ്യാത്തവരുണ്ടെങ്കിലേ വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കും. നമ്മളങ്ങനല്ല, തീർന്ന ഉടനെ ആദ്യം നമ്മൾ കയറിയിരിക്കുക. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, അനുഭവത്തിൽ നിന്നാണ് ഇതൊക്കെ പലതും പറയുന്നത്. ഒരു പ്രത്യേക സംഘടനയുടെ ഒരു പ്രധാന യോഗത്തിന് ആ സംഘടനയുടെ ചുമതലപ്പെട്ടയാൾ എന്നോട് പറഞ്ഞു, അനീഷ് പാസ്റ്ററെ, പ്രായമുള്ളവരെയൊക്കെ പരിചയമുണ്ടല്ലോ. ഞാൻ പറഞ്ഞ് പലരെയും പരിചയമുണ്ട്. നമ്മുടെ ഈ യോഗത്തിന് പ്രായമുള്ളവരെയെല്ലാം ഒന്ന് വിളിക്കുന്നുണ്ട്, 90 കഴിഞ്ഞവരെ. അപ്പം അനീഷ് പാസ്റ്റർ ഒരാളെ കൊണ്ടുവരണം. അപ്പം എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ഒരു അപ്പച്ചൻ്റെ ഇടയ്ക്ക് ചെന്നു. പേരും സ്ഥലമൊന്നും പറയുന്നില്ല, ഇതിനടുത്താ. അപ്പച്ചനോട് പറഞ്ഞു, അച്ചായ ഇന്നതുപോലൊരു യോഗമുണ്ട്, അച്ചായനും കൂടെ വരണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വയ്യാത്ത മനുഷ്യന് അന്ന് 98 വയസ്സുണ്ട്. ഞാനും ആ വണ്ടി ഓടിച്ച സഹോദരനും കൂടെ കൈക്ക് പിടിച്ച് ഒരു തരത്തിൽ കയറ്റി ഈ സദസ്സിൽ കൊണ്ടുചെന്നു. അപ്പോൾ അവിടെ വേറെ 1-2 പേരെ ഇതുപോലെ പുള്ളി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി വേറെ ഉദ്ദേശത്തോടാണ് ഇതൊക്കെ നടത്തുന്നത്. പിന്നീട് മനസ്സിലായി നടന്ന സംഭവമാണ്. അവസാനം യോഗമെല്ലാം കഴിഞ്ഞപ്പം വന്നവർക്കെല്ലാം ഭക്ഷണമുണ്ട്. അപ്പോൾ എനിക്ക് സീറ്റ് ഇട്ടിട്ടുണ്ട് പുള്ളിയുടെ അടുക്കൽ, ഈ വിളിച്ച. അപ്പോൾ എന്നോട് പറഞ്ഞു, അനീഷ് പാസ്റ്റർ വന്ന് ഇരിക്കേ, പോകണ്ടേ? ഞാൻ പറഞ്ഞു, ഇല്ലയോ, ഞാൻ കൊണ്ടുവന്ന അപ്പച്ചനെയും കൂടെ. അപ്പച്ചൻ അവിടെ അങ്ങാനും ഇരിക്കട്ടെന്ന് എന്നോട് പറഞ്ഞതാ. എങ്ങനുണ്ട് അപ്പച്ചൻ അവിടെ അങ്ങാനും? ഞാൻ അന്നേരം ഞങ്ങൾ നീ പഠിച്ച മാർഗം നിൻ്റെ മാർഗം, എൻ്റെ മാർഗം അതല്ലെന്ന് പറഞ്ഞു. അത് തൻ്റെ മാർഗമാണ്, തിന്നിച്ച് ഓടാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ഈ അച്ചായനെ ബാത്റൂമിൽ കൊണ്ടുപോയി അതിനുശേഷം വെള്ളമൊക്കെ എടുത്ത് കൊടുത്ത് കൈ കഴുകിപ്പിച്ച് പിടിച്ചു കൊണ്ടുവന്നിരുത്തി ഭക്ഷണമൊക്കെ ഞാൻ അടുത്തിരുന്നെല്ലാം കൊടുത്ത് അതിന് ശേഷമാണ് ഞാൻ ഭക്ഷിച്ചത്. ഇത് ഞാൻ വലിയ പുണ്യാളനാന്നല്ല ഈ പറഞ്ഞത്, ഇതൊക്കെ ചെയ്യണം. നമ്മൾ വിതച്ചാലേ കൊയ്യാൻ പറ്റൂ, മനസ്സിലായോ? മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും കരുതുകയും ചെയ്യണം. ആട്ടെ, ആ ഭാഗമെല്ലാം വിടുക. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി 1-2 കാര്യം പറയാ. ഇനി 10-ാം വാക്യം വായിച്ചേ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം എന്ന് പറഞ്ഞാൽ
5:22 ഭാര്യമാരെ വിളിച്ചു, 5:25 ഭർത്താക്കന്മാര്, 6:1 മക്കൾ, 6:4 പിതാക്കന്മാർ, 6:5 ദാസന്മാർ, 6:9 യജമാനന്മാർ. ഇവരെ എല്ലാം വിളിച്ചു 10-ാം വാക്യത്തിൽ പറയുക, ഒടുവിൽ കർത്താവിലും അമിതബലത്തിന് ശക്തിപ്പെടണം. ഞാൻ ഇങ്ങനെ പറയുന്നത്, കുടുംബജീവിതം ഭദ്രമാകണമെങ്കിൽ ഭാര്യയും ഭർത്താവും കർത്താവിൻ്റെ ആത്മാവിൽ ബലപ്പെടണം. നിന്റെ മക്കൾ നല്ല രീതിയിൽ നിന്നോട് ഇടപെടണമെങ്കിൽ മാതാപിതാക്കളെല്ലാം കർത്താവിൻ്റെ ആത്മാവിൽ ബലപ്പെടണം. മാതാപിതാക്കൾ നല്ല നിലയിൽ ഇടപെടണമെങ്കിൽ മക്കളെല്ലാവരും കർത്താവിൻ്റെ ആത്മാവിൽ ബലപ്പെടണം. ദാസനും യജമാനനും സഹവർത്തിത്വം പുലർത്തി ജീവിക്കണമെങ്കിൽ 2 കൂട്ടരും കർത്താവിൻ്റെ ആത്മാവിൽ ബലപ്പെടണം. പ്രിയരെ, ഈ അന്ത്യകാലത്ത് എനിക്ക് നിങ്ങൾക്കും ആവശ്യം ആത്മാവിൻ്റെ ബലമാണ്. കായബലമല്ല, പൊളിറ്റിക്കൽ ബലമല്ല, സമുദായത്തിൻ്റെ ബലമല്ല, സാമ്പത്തിക ഭദ്രതയല്ല. നമുക്ക് ആവശ്യം ആത്മബലമാണ്. കാശ് ഒരു പനിക്കില്ല. കാശ് ചിലരുടെ ഇടയ്ക്ക് ഇച്ചിരി കാശുണ്ട്, അതിൻ്റെ അഹങ്കാരമുണ്ട്, നല്ലൊരു പനിക്കില്ല. ഇപ്പം മുഴുവൻ ബിസിനസ്സാണല്ലോ. ഒരു മൂക്കടപ്പോ ജലദോഷമായിട്ട് അങ്ങോട്ട് ചെന്ന് ഉടനെ തന്നെ എന്തെല്ലാം പരിശോധനയാ, എത്ര കൂട്ടം കാര്യമാ പരിശോധിച്ച്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇച്ചിരി വെള്ളം തിളപ്പിച്ച് ഒരാവി പിടിച്ചാൽ തീരാനുള്ളതേ ഉള്ളൂ. വെള്ളം തിളപ്പിച്ച് ഒരാവി പിടിച്ചാൽ തീരാനുള്ളതേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് ചെന്ന് ബ്ലഡ് പരിശോധിക്കണം, അതിന് തന്നെ പല വകുപ്പുകൾ, യൂറിൻ പരിശോധിക്കണം, കഫം, പിന്നെ അത് കുത്തിയെടുക്കുക, എന്തെല്ലാം സാധനങ്ങളാണ്. രാവിലെ വൈകിട്ടും 2 ആവി പിടിച്ചാൽ മതി, തീർന്നു. പക്ഷെ ഇത് ബിസിനസ്സാണ്. ചുമ്മാ എന്നാലും പറയും സ്കാൻ ചെയ്തേച്ച് വരാൻ. ഒരുത്തൻ പറഞ്ഞ് ഞാൻ ഡ്രൈവറാ പുള്ളിയുടെ കൂടെ വന്ന്. ഓ ആന്നോ? ഡ്രൈവറെ പോലും വിടുകയില്ല. ഇത് മുഴുവൻ ബിസിനസ്സാണ്, ബിസിനസ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കയ്യിലിരിക്കുന്ന കാശ് ഒരു നല്ല പനിക്കില്ല, അതുകൊണ്ട് ഞെളിയരുത്. നിന്റെ കായബലം ഒരു ചെറിയ, നിന്റെ വയറ്റിനകത്ത് ഇരിക്കുന്ന പുഴു ഇളകിയാൽ മതി, തീരാനുള്ളതേ ഉള്ളൂ. നമ്മുടെ ആ നിപ്പും പാപവും നോട്ടോ ഇരിപ്പോ ഒക്കെ കണ്ടാൽ നമ്മൾ ചെല്ലപ്പെടത്തില്ലേ, അവൻ 10 ഇഷ്ടിക ഒറ്റ വെട്ടിന് ജൂഡോ. പണ്ടൊരു ജൂഡോ പ്രശ്നം വന്നപ്പോൾ കട്ടിലിനടി കയറി, കൈക്ക് അസ്ഥിബലമുള്ള ആമ്പിള്ളേര് വന്നപ്പം ജൂഡോ. കായബലം ഒന്നും നടക്കുകയല്ല. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സകല ആൾക്കാരോടും പറയാ, നിന്റെ പണം രക്ഷപ്പെടുത്തത്തില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പഴയ ആൾക്കാർക്കറിയാം, കായൽ രാജാവാ മുരിക്കൻ, 3 കായൽ സ്വന്തം. പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ? ഗൗരിയമ്മയുടെ കാലത്ത് ആ ഭൂപരിഷ്കരണ നിയമമൊക്കെ കൊണ്ടുവന്നതെല്ലാം മിച്ചഭൂമിയായിട്ട് കൊടുത്തു. ബാക്കി ചരിത്രമൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. സമ്പത്ത് രക്ഷപ്പെടുത്തത്തില്ല, കായബലം ഒന്നും രക്ഷപ്പെടുത്തുകയില്ല. നിന്റെ പൊളിറ്റിക്കൽ ബലം അതും രക്ഷപ്പെടുത്തുകയില്ല. പിന്നെ ഒറ്റ മാർഗമേ ഉള്ളൂ, കർത്താവിലും അവൻ്റെ അമിതബലത്തിൽ ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതിന് ഇന്ന് രാത്രി ദൈവം നല്ല അവസരം തരിക. ഇത് പൗലോസ് എഫേസ്യരോട് പറയാൻ കാരണം 1-2 കാര്യങ്ങൾ പറയാം. എഫെസോസ് സഭയുടെ ആരംഭം അവൻ വളരെ പ്രതികൂലങ്ങളുടെ നടുവിലാണ്. പൗലോസിന്റെ മിഷനറി യാത്രയിലായി സഭ ആരംഭിക്കുന്നത്. എന്താ ഇവരോട് കർത്താവിലും ആത്മബലത്തിലും ശക്തിപ്പെടണമെന്ന് പറയാൻ കാര്യം? ഈ സഭയുടെ ആരംഭം പൗലോസിന്റെ മിഷനറി യാത്രയിലാണ്. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. ചില ശിഷ്യന്മാരെ, വിശ്വാസികളെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അവർ പറയാ, ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഉടനെ ചോദിച്ചത്, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? ഉടനെ അവർ കാര്യം പറഞ്ഞു. പൗലോസ് ഉപദേശങ്ങൾ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ എല്ലാവരുടെയും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അവര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് പ്രവചിച്ചു. എല്ലാവരും കൂടെ, പുരുഷന്മാരെല്ലാം കൂടെ ഒരു 12ഓളം പേര്. അങ്ങനെയാണ് സഭ തുടങ്ങുന്നത്. ഈ സഭ പൗലോസിനാൽ സ്ഥാപിതമായ സഭയാണ്. ഈ സഭയോടാ പറയുന്നത്, കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. ഞാൻ മുമ്പേ ഒരു കാര്യം ഓർപ്പിച്ചു. ഏതാ സഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം.
ആ സഭയോട് പറയുക, കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ, അക്രമമുള്ള, അനീതിയുള്ള, വഞ്ചനയുള്ള, ഇസങ്ങളുള്ള അവൻ വല്ലാത്ത ലോകത്തിൽ എനിക്ക് നിങ്ങൾക്കും ആവശ്യം അവൻ ആത്മാവിൻ്റെ ബലമാണ്. സ്വയശക്തി കൊണ്ടോ കായബലം കൊണ്ടൊന്നും നേടാനൊക്കത്തിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ ആത്മാവിൻ്റെ ബലം ഏറ്റെടുക്കണം. അപ്പൊ സഭയുടെ ആരംഭം ഇത് പറയാൻ കാര്യം, പൗലോസ് ഈ എഫെസോസിൽ സുവിശേഷം അറിയിച്ചു. 3 വർഷം പൗലോസ് അവിടെ ശുശ്രൂഷ ചെയ്തു, സുവിശേഷം അറിയിച്ചു. ആ 3 വർഷത്തിൽ 2 വർഷം ബൈബിൾ ക്ലാസ് എടുത്തു. 1 വർഷം എല്ലാവരോടും പൗലോസ് നന്നായിട്ട് സുവിശേഷം അറിയിച്ചു. ഇടയ്ക്ക് കയറി പറയാം, എന്താ ഈ സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്നതോ, സഭ മാറ്റുന്നതോ, സംഘടന മാറ്റുന്നതോ, ആൾക്കാരുടെ സൗകര്യം കെടുത്തുന്നതോ, നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതോ, റോഡ് ബ്ലോക്ക് ചെയ്യുന്നതോ, വണ്ടി തിരിച്ചു വിടുന്നതോ, തിരിച്ച് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. വിടിയിപ്പിക്കുന്നതോ, അലോഗ്യമുണ്ടാക്കുന്നതോ, അപരൻ്റെ തലയെടുക്കുന്നതോ, അടിപിടി ഉണ്ടാക്കുന്നതോ, പോലീസ് കേസ് ഇതൊന്നുമല്ല സുവിശേഷം. സുവിശേഷം ഒരു വ്യക്തിയാ, അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്ന സുവിശേഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം എന്ന് പറഞ്ഞാൽ സഭയല്ല, സംഘടനയല്ല, ഈ കാണുന്ന കോലാഹലം ഒന്നുമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ നസറയനാകുന്ന യേശു, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് അവതരിച്ച നസറായനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ, സഭയുടെ, സംഘടനയുടെ, മതത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാ. ഏത് മതത്തിലും കുടുംബത്തിലും കുലത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശുവിനെ അറിയുവാനും ആരാധിക്കുവാനും അംഗീകരിക്കാനും സ്നേഹിപ്പാനും സേവിപ്പാനും അനുഗമിക്കുവാനും അനുധാപനം ചെയ്യുവാനിടയാകും യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെ ദൈവമാ. അതാണ് സുവിശേഷം. അപ്പൊ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. നമുക്ക് സമയം എന്തുവായി? എപ്പോഴാണ് നിർത്തണ്ടേ? സ്റ്റാലിയെ എന്ത്? സ്റ്റാലിയും പോയോ? എന്ത് യോടി? എപ്പം നിർത്തണം? ഇപ്പം നിർത്തണോ? ഇച്ചിരൂടെ കഴിഞ്ഞ് നിർത്തണോ? അതോ നിർത്തണ്ടായോ? ഇച്ചിരൂടെ കഴിഞ്ഞ്. ഇപ്പം എന്തുവായി? 9:15, 9:30 ആകുമ്പോൾ നിർത്തട്ടെ. എന്താ? അപ്പൊ ശ്രദ്ധിച്ചേ, എന്താണ് സുവിശേഷം? നസറയനാകുന്ന യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിന്റെ ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തു മാത്രം. ആരായി സുവിശേഷം കേൾക്കേണ്ടത്? എല്ലാവരും കേൾക്കണം. 49-ാം സങ്കീർത്തനം അങ്ങനെ, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കണം, ഉറങ്ങരുത്, കേൾക്കണം. എല്ലാവരും കേൾക്കണം. അയന ഇത് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. അയന മറ്റു കാര്യങ്ങളൊന്നും എല്ലാവരും കേൾക്കാൻ കൊള്ളുകയല്ല. ഇപ്പം TV വെച്ചേ, അല്ലെ മൊബൈലെടുത്തേ, മറ്റ് മാധ്യമങ്ങളൊക്കെ തുറന്നേ, അപ്പനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം കൂടെ ഇരുന്ന് എല്ലാം കാണാനും കേൾക്കാനും പറ്റുമോ? TV വെച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും കാണുക. കണ്ടുകൊണ്ടിരിക്കുമ്പോഴാ ചില പരസ്യങ്ങൾ, ചില വിഷയങ്ങൾ. അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും ഉടനെ അമ്മ, വിവേകമുള്ള അമ്മ, അയ്യോ അടുപ്പയിൽ ഏതാണ്ട് കരിയുന്നെന്ന്. അടുപ്പയിലൊന്നുമില്ല, കരിയാനുമില്ല. കൊച്ചുങ്ങളുമായിട്ടിരുന്ന് കാണാൻ പറ്റാത്തതാ വരുന്നത്. അല്ല, എല്ലാം കേൾക്കാൻ പറ്റുമോ? അതും ഒക്കത്തില്ല, കേൾക്കാനൊക്കത്തില്ല. അപ്പനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം കൂടി ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന കാര്യമാണോ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്? അതിലെ ചില അമ്മമാരും ചില അപ്പന്മാരും പിള്ളേരോട് എന്തോ ആടാ മൂത്തവർ പറയുന്നതിൻ്റെ എന്തോ കേൾക്കാനാ? മൂത്തവർ വർത്താനം, മൂത്തവർ അത്രയൊക്കെയാ പറയുന്നത് എന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതാ മൂത്തവർ പറയുന്നത്. ഈ ലോകം മുഴുവൻ അങ്ങനെ.
മക്കൾക്ക് കേൾക്കാൻ പറ്റാത്തതും മാതാപിതാക്കൾക്ക് കേൾക്കാൻ പറ്റാത്തതും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും അപ്പനും അമ്മയ്ക്കും ഒന്നിച്ചിരുന്ന് ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, എല്ലാവരും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗമാണ് സുവിശേഷം. അപ്പനും അമ്മയ്ക്കും വല്യപ്പനും വല്യമ്മയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം കൂടെ എവിടെ ഇരുന്നും ഏത് സമയത്തും കേൾക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു വാർത്ത, അത് ഈ ഗുഡ് ന്യൂസാ എന്ന് പറഞ്ഞാൽ സദ്വർത്തമാനം എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത. എന്തായി നല്ല വാർത്ത? നിങ്ങൾക്കായിട്ടൊരു ശിശു ജനിച്ചിരിക്കുന്നു, യേശു ക്രിസ്തു. അതെല്ലാവർക്കും കേൾക്കാം. അതന്നെ, ഇത് ആര് കേട്ടാലും അവർക്ക് വിടുതലാ. ഈ വാർത്ത കേൾക്കുന്നവർക്കെല്ലാം വിടുതല. ഇന്ന് രാത്രി ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാകും. ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുമാറും. ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമാധാനമുണ്ടാകും. ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആശ്വാസമുണ്ടാകും. അവൻ വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട കൊടുക്കുന്ന വാർത്തയാ സുവിശേഷം. മാറാ രോഗത്തിന് വിടുതൽ തരുന്ന മാർഗമാ സുവിശേഷം. എത്ര എത്ര ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, കിഡ്നി പ്രോബ്ലം, ഹാർട്ടിന്റെ പ്രോബ്ലം, മാരക രോഗം ഒക്കെ സുവിശേഷത്താൽ വിടുതൽ കിട്ടിയിട്ടുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. സുവിശേഷം എവിടെ വന്നിട്ടുണ്ടോ, എവിടെ എത്തിയിട്ടുണ്ടോ, അവിടെ എല്ലാം വിടുതലുമാണ്. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, ഈ സുവിശേഷത്തെ കൊണ്ട് എന്തൊക്കെ ഗുണമാണ്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പറവിയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ ഇങ്ങനെ, ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. വ്യക്തികളുടെ ഇരുട്ട്, കുടുംബത്തിൻ്റെ ഇരുട്ട്, ദേശത്തിൻ്റെ ഇരുട്ട്, രാജ്യങ്ങളുടെ ഇരുട്ട് മാറ്റിയ മാർഗമാ സുവിശേഷം. കാരണം സുവിശേഷം വെളിച്ചമാണ്. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. ഈ വെളിച്ചം എവിടൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം ജനം വിടുതൽ പ്രാപിച്ചിരിക്കുകയാണ്. അപ്പൊ സുവിശേഷം വെളിച്ചമാണ്. അതുകൊണ്ട് ഇതെല്ലാവരും കേൾക്കണം. ഒരു കാലത്ത് അയിത്തമുള്ള കാലം, അടിമക്കച്ചവടം, അയിത്തം, മാറുമറയ്ക്കാനൊക്കത്തില്ല, ആഭരണം ധരിക്കാൻ എല്ലാ ജാതികൾക്കും അനുവാദമില്ല, വഴിയെ കൂടെ എല്ലാവർക്കും നടക്കാനൊക്കത്തില്ല, പട്ടിക്കും പന്നിക്കും പൂച്ചയ്ക്കും കോഴിക്കും ഒക്കെ നടക്കാം, മനുഷ്യന് നടക്കാനൊക്കത്തില്ല. എന്തിനു ദൂരോട്ട് ഈ മല്ലപ്പള്ളിയിലുണ്ടായിരുന്നല്ലോ വെട്ടുകണ്ടം, ആൾക്കാരെ വെട്ടിക്കൊല്ലുന്ന സ്ഥലം. പ്രധാനമായ 2 അടിമച്ചന്തകളാണ്, ഒന്ന് ചങ്ങനാശ്ശേരി, ഒന്ന് മല്ലപ്പള്ളി. അപ്പനെ അമ്മയും മക്കളെ നിർത്തി ആ വില പറയുന്നത്. ഇഷ്ടപ്പെട്ടവരെ മേടിച്ചുകൊണ്ട് പോകും. എതിർക്കാനോ ഉടക്കാനൊന്നും ഒക്കത്തില്ല, റോഡിൽ കൂടെ നടക്കാനൊക്കത്തില്ല, പള്ളിക്കൂടത്തിൽ കയറ്റത്തില്ല, വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല. മാത്രം എന്തെല്ലാം ദുഷ്കരമായ കാര്യങ്ങൾ. ആശുപത്രി ചെന്നാൽ എല്ലാവരെയും പരിശോധിക്കത്തുമില്ല, കയറ്റത്തുമില്ല. അയുദ്ധം. വലിയ വലിയ വീടുകളിൽ ചെല്ലാനോ തമ്പുരാക്കന്മാരുടെ അടുക്ക ചെല്ലാനോ മിറ്റത്ത് കയറാനോ ഒന്നും ഒക്കത്തില്ല. ഈ അടുത്ത കാലത്ത് ഒരു പ്രിയപ്പെട്ടവളെ അറിയാം, ജാതിയിൽ കൂടിയതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ വീടിനടുത്തൊരു വീട്ടിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് ചെന്നു. അപ്പോൾ എന്നോട് നമുക്ക് വളരെ വേണ്ടപ്പെട്ട വീടാണ്. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ അപ്പുറത്തെ വീട്ടിൽ അതുകൊണ്ട് മേടിച്ചുകൊണ്ട് വന്നിരുന്നേ നല്ലതായിരുന്നെന്ന് അകത്ത് പറഞ്ഞു. 2 പേരും പ്രായമുള്ളവരാ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പോയി മേടിക്കാം. അയ്യോ എല്ലാവരെയും ഒന്നും അവർ കയറ്റുകയില്ലെന്ന്, എല്ലാവരെയും ഒന്നും കയറ്റുകയില്ല. അങ്ങനത്തെ ഒരു സ്ത്രീയാണെന്നവർ. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാനത് നമ്മളായിട്ട് ഇനി ഒരു പ്രശ്നം വേണ്ട, ആ വയ്യാത്ത തള്ള തന്നെ എന്ന് അതിരിൻ്റെ അവിടെ എന്ന് വെച്ച് പറഞ്ഞു തരാൻ. അപ്പോൾ അവരവിടെ വന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന കണ്ടു. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, എന്ത് ചെയ്യുന്നു ചോദിച്ചു. അയ്യോ അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല, എല്ലാം നശിച്ച് ആരുമില്ല, അകത്ത് കിടപ്പുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ കാര്യങ്ങൾ? നീങ്ങി നിരങ്ങിയൊക്കെയാ. ഈയിടെ എന്നോട് ഒന്ന് പറഞ്ഞ്, തങ്കമ്മേ ആരെയും ഒന്ന് വിടാവോ എന്ന്. ആരെയും കയറ്റാൻ ഞാൻ തള്ളയാ. ഇപ്പം നീങ്ങിയെടുത്ത് ഇന്ന് നിരങ്ങാൻ മേലെ ഉടനെ പറയാം, തങ്കമ്മേ ആരെയും ഇങ്ങോട്ട്. അപ്പോൾ പുള്ളിക്കാരി നല്ല മിടിക്കുക. പുള്ളിക്കാരി നിങ്ങൾ അവർ ഭക്ഷണം ഉണ്ടാക്കിയാൽ കഴിക്കത്തുമില്ല, അവർ അടുക്കളയിൽ കയറിയാൽ നിങ്ങൾ ഉടനെ പറയാ, തങ്കമ്മേ ശവത്തെ കുത്താതെ തങ്കമ്മേ. മനസ്സിലാകുന്നുണ്ടോ വല്ലോ? ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇതിനെല്ലാം മാറ്റം വന്നതും വരുത്തിയതും സുവിശേഷപത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് എവിടെയും പറയുവാൻ, എവിടെയും ഉയർത്തുവാൻ, എവിടെയും ഘോഷിപ്പാൻ പറ്റിയ ഒരേ ഒരു മാർഗമാ സുവിശേഷം.
എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. സുവിശേഷം കേട്ടാൽ എന്തൊക്കെ നടക്കും? വാക്യങ്ങളൊക്കെ എടുത്ത് വായിപ്പിക്കണം. ഇന്ന് അതിന് അധികം തുനിയുന്നില്ല. കാരണം നിങ്ങളെ ഇത് പഠിപ്പിക്കേണ്ട, നിങ്ങൾക്ക് ഇതൊക്കെ നന്നായിട്ടറിയാം. സുവിശേഷം കേട്ടാൽ എന്തൊക്കെ നടക്കും? ഒന്ന്, സുവിശേഷം കേട്ടാൽ മാനസാന്തരമുണ്ടാകും. മത്തായി സുവിശേഷവും ലൂക്കോസും മർക്കോസും ഒക്കെ ചേർത്ത് പഠിച്ച് അവൻ യോഹന്നാൻ സ്നാപകൻ മാനസാന്തരം പറഞ്ഞു. അവൻ ആ 3:10 വായിക്കുന്നത്, മറ്റ് പലതും പറഞ്ഞവൻ ജനത്തോട് സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷത്തിനകത്ത് പറയുകയാ, നിങ്ങൾ മാനസാന്തരപ്പെടണം. വൃക്ഷത്തിന്റെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുക. ഇനി നിങ്ങൾ ഈ വിധത്തിൽ പോകരുത്. അവൻ സ്വന്തം അനീതി ചെയ്യരുത്, തെറ്റ് ചെയ്യരുത്. നിങ്ങൾ അവൻ ന്യായമായിട്ട് വേണം ഇടപെടാൻ. നിങ്ങൾ മാനസാന്തരപ്പെടണം. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് എങ്ങനെ തെറ്റുകൊടിയും. അതുകൊണ്ട് സകല ആൾക്കാരും മാനസാന്തരപ്പെടണം. സുവിശേഷം കേട്ടാൽ ഒന്ന് മാനസാന്തരം ഉണ്ടാകും. 2, സുവിശേഷം കേട്ടാൽ എടുത്ത് വായിപ്പിക്കുന്നില്ല, എടുത്ത് വായിക്കേണ്ടതാ. സുവിശേഷം കേട്ടാൽ എന്ത്? അവൻ പെന്തിക്കോസ് നാൾ വന്നപ്പോൾ മാളിക മുറിയിൽ കൂടി ആത്മാവ് എല്ലാവരുടെയും മേൽ വന്നു, ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷ പറഞ്ഞു. അവിടെ കൂടിയവരെല്ലാം കൂടെ പറഞ്ഞു, ലഹരി പിടിച്ചിരിക്കുക. അപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്നു. അവൻ, സഹോദരന്മാരെ, നിങ്ങൾക്കറിയാമല്ലോ, പകൽ ഈ സമയമായതേ ഉള്ളൂ. ഇവർ ലഹരി പിടിച്ചവരല്ല. ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞ കാര്യം അവൻ നിറവേറിയതാ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും. എന്നിട്ട് പത്രോസ് നസറയനാകുന്ന യേശുവിനെ പറ്റി നന്നായിട്ട് അങ്ങോട്ട് വിസ്തരിച്ചു. യേശുവിനെ പറ്റി പത്രോസ് വിസ്തരിച്ചു. പത്രോസ് യേശുവിനെ പറ്റി, നിങ്ങൾ കൊന്നവനായ, നിങ്ങൾ ക്രൂശിച്ചവനാകുന്ന നസറയനാകുന്ന യേശു, ഇത് തീർത്തങ്ങോട്ട് പറഞ്ഞു. 38 മുതലൊക്കെ വായിച്ചാൽ ഇത് കേട്ടപ്പോൾ അവർക്ക് കുത്തുകൊണ്ടു. കുത്തുകൊണ്ടിട്ട് ചോദിക്കുക, രക്ഷപ്പെടാൻ ഞങ്ങൾ എന്തോ ചെയ്യണം? അന്നേരം പത്രോസ് തീർത്ത് പറഞ്ഞു, നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് അപ്പം തുറക്കി കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് അവൻ സഭയോട് ചേരണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിത്യതയിലെത്താം. അപ്പൊ ഒന്ന്, സുവിശേഷം കേട്ടാൽ മാനസാന്തരം എന്ന് പറഞ്ഞ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. 2, ശരിയായ സുവിശേഷം കേട്ടാൽ നിങ്ങൾ സ്നാനപ്പെടും. 3, സുവിശേഷം കേട്ടാൽ എന്ത് സംഭവിക്കും? കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് വന്നു. പത്രോസിനെ ഒന്നും കേറ്റാത്ത ആൾക്കാർ, പത്രോസ് ഒന്നും ഇവിടെ പോകാത്ത ആൾക്കാർ, അയിത്തം പ്രാർത്ഥിക്കുന്നവർക്കും ഉണ്ട് ചിലർക്ക്. കൊർന്നല്യോസ് ജാതിയനാ. പുള്ളി ഒരു സ്വപ്നം കണ്ടു, ദർശനം കണ്ടു. പത്രോസിനും ദർശനം കൊടുത്തു. പത്രോസിന് കൊടുത്തൊരു ഒരു തുപ്പട്ടി. പണ്ടൊരാൾ വായിച്ചു, പത്രോസ് തേപ്പുപെട്ടി കണ്ടെന്ന്. തേപ്പട്ടിയാന്നോടാന്ന് ചോദിച്ചാൽ പറഞ്ഞു തീപ്പെട്ടിയാന്ന്. അങ്ങ് തെറ്റിപ്പോവുക പുള്ളിക്ക്. ഇത് തേപ്പുപട്ടിയല്ല, തീപ്പെട്ടിയല്ല, ശവപ്പെട്ടിയല്ല, തുപ്പട്ടി. എന്തിനാ? ഇത് സകല ജാതികൾ, സകല മൃഗജാതികളും അതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം കൂടെ അറുത്ത് തിന്നാനല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നീ അറയ്ക്കപ്പെട്ടവനെന്നും വെറുക്കപ്പെട്ടവനെന്നും കൊള്ളുകയല്ലെന്ന് പറഞ്ഞവൻ്റെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കൊള്ളുകേലാന്ന് പറയുന്നവരെ ദൈവത്തിന് പ്രിയമാ. നമ്മൾ ഇഷ്ടപ്പെടാത്തവരെ ദൈവത്തിന് പ്രിയമാ. അതുകൊണ്ട് പത്രോസ് ഈ ദർശനം കണ്ടപ്പോൾ കൊർന്നല്യോസ് വിട്ട ആള് വന്ന് എല്ലാം വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അവരുടെ കൂടെ പോയി കൊർന്നല്യോസുമൊക്കെ പറഞ്ഞു, നീ വന്നത് ഉപകാരമായി. പത്രോസ് അവിടെ സുവിശേഷം പറഞ്ഞു. സുവിശേഷം നന്നായിട്ട് സുവിശേഷം പറഞ്ഞു. അങ്ങനെ സുവിശേഷം പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? എടുത്ത് വായിപ്പിക്കുന്നില്ല. 10:38, 44 വായിക്കുമ്പോൾ പത്രോസ് ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. ഇന്ന് രാത്രി ആ സുവിശേഷമായി ഇവിടെ പറഞ്ഞ്, ഇഷ്ടമുണ്ടേ അംഗീകരിച്ചാൽ മതി, ഇഷ്ടമുണ്ടേ യോജിച്ചാൽ മതി, ഇഷ്ടമുണ്ടേ സ്തോത്രം പറഞ്ഞാൽ മതി. ഇതാരെയും പ്രീതിപ്പെടുത്താനല്ല, ഇത് സ്വർഗത്തിലെ ശബ്ദമാണ്. ആ സുവിശേഷമായി ഇന്ന് രാത്രി മുഴങ്ങുന്നത് മാത്രം. ഒന്ന്, സുവിശേഷം പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. സുവിശേഷം നന്നായി പറഞ്ഞാൽ കേട്ടാൽ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരും. സുവിശേഷം നന്നായി പറഞ്ഞാൽ കേട്ടാൽ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കും. സുവിശേഷം നന്നായി പറഞ്ഞാൽ വേർപാടിൻ്റെ ഉപദേശം.
അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. അതാ സുവിശേഷം. വേർപാട് പാലിക്കണം. ഞാൻ എല്ലാ വാക്യങ്ങളും പഠിപ്പിക്കുന്നില്ല. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ ഒടുവിൽ കർത്താവിൻ്റെ വരവിനെ പറ്റിയും പറയും. യേശു ക്രിസ്തു വീണ്ടും വരും. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. ഇന്ന് രാത്രി ആ സുവിശേഷം ഇവിടെ മുഴങ്ങുക. ഈ സുവിശേഷമായി എഫെസോസിൽ പൗലോസ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഇത് പറയാൻ കാരണം എഫെസോസ് മന്ത്രവാദികളുടെ ഈറ്റില്ലമാ. മന്ത്രവാദികളുണ്ടെന്ന് പറഞ്ഞ് സുവിശേഷം നിർത്തിയില്ല. മന്ത്രവാദികളുടെ ഈറ്റില്ലത്തിൽ പോയി സുവിശേഷം പറഞ്ഞു. സംഭവിച്ചത് എന്നാണെന്നറിയാമോ? മന്ത്രവാദികൾ മാനസാന്തരപ്പെട്ട് യേശുവിനെ സേവിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആഭിചാരമോ ക്ഷുദ്രപ്രയോഗമോ മന്ത്രവാദമോ നിന്നെ ഒന്നും ചെയ്യത്തില്ല. മാത്രമാണോ എഫെസോസ് അർത്തമീസ് ദേവിയുടെ വ്യാപാര ശക്തിയുള്ള സ്ഥലമാണ്. മാത്രമല്ല അവൻ സ്വോത്രം ദെമേത്രിയോസിന്റെ നേതൃത്വത്തിൽ വിഗ്രഹങ്ങളെ തീർക്കുന്ന ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വല്ലാത്ത അന്തരീക്ഷത്തിൽ പൗലോസ് സഭ തുടങ്ങി. ആ സഭയോടാ പൗലോസ് പറഞ്ഞത്, കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. കാരണം ഈ മന്ത്രവാദവും ആഭിചാരവും ക്ഷുദ്രപ്രയോഗവും അർത്തമീസിന്റെ വ്യാപാരമുള്ള ഈ സ്ഥലത്ത് നിലനിൽക്കണമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ആത്മശക്തി ആവശ്യമാണ്. ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്ക്. കർത്താവേ, അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ എന്നെ ബലപ്പെടുത്തണം. അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. സത്യസുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ എനിക്ക് കൃപ നൽകണം. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിൽ ശക്തിപ്പെടുവാൻ സമയമായല്ലോ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരും അവനമായിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്ക്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ, യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുക്കുവാൻ ഇന്ന് രാത്രി എൻ്റെയും നിൻ്റെയും പാപത്തിന് വേണ്ടി ഒരുവൻ മരിച്ചു. അവിടുത്തെ തിരുരക്തം നമുക്ക് വേണ്ടി ഒടുക്കി തന്നു. അവിടുത്തെ തിരുജീവൻ നമുക്ക് വേണ്ടി തന്നു. ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട വ്യതകളും പങ്കപ്പാടുകളും നമുക്ക് വേണ്ടി യേശു സഹിച്ചു. ഇന്ന് രാത്രി സ്നേഹിത, സുഹൃത്ത്, മാതാവേ, പിതാവേ, 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇന്ന് രാത്രി ഒറ്റ വാക്ക് പ്രാർത്ഥിക്ക്. എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം. എൻ്റെ യേശുവേ എൻ്റെ പാപം മോചിക്കണം. എൻ്റെ യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം. ഇനി എനിക്ക് ആയുസ്സും ആരോഗ്യം തന്നാൽ നിന്നെ മാത്രം ഞാൻ സേവിക്കും. ഇന്ന് രാത്രി ആ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ താല്പര്യമുള്ളവർ, സമർപ്പണമുള്ളവർ കരമൊന്നുയർത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഇനി ആമൻ ആയുസ് മുഴുവൻ യേശുവിനെ സേവിക്കുവാൻ, കർത്താവേ എൻ്റെ ഉള്ളത്തിൽ വരണം, യാമ എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി എൻ്റെ പാപത്തെ മോചിച്ച് എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണമെന്ന് താല്പര്യമുള്ളവർ, സമർപ്പണമുള്ളവർ ആ കരമൊന്നുയർത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക.